വിശദമായ വാർത്തകളിലേക്ക് പോകാം. കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ബിന്ദുവിന്റെ മരണം ഹൃദയഭേദകമെന്നും സർക്കാർ കുടുംബത്തിനൊപ്പമുണ്ടാകുമെന്നും വീണ ജോർജ് പറഞ്ഞു. ജി ശ്രീജിത്ത്. ഇന്ന് രാവിലെ 7 മണിയോടെയാണ് വീണ ജോർജ് ബിന്ദുവിന്റെ വീട്ടിലെത്തിയത്. അപകടമുണ്ടായി 2 ദിവസമായിട്ടും വീണ ജോർജ് എത്താത്തതിൽ പല രീതിയിലുള്ള ആരോപണങ്ങളും ഉയർന്നിരുന്നു. എന്നാൽ കുടുംബത്തെ വിളിച്ച് നേരത്തെ തന്നെ മന്ത്രി സംസാരിച്ചിരുന്നു. ഇന്നിപ്പോൾ രാവിലെ തന്നെ അവരുടെ വീട്ടിലേക്ക് എത്തുകയും കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ നേരിട്ട് കേൾക്കുകയും കുടുംബത്തിൻ്റെ വിഷമങ്ങളിൽ കൂടെ ഉണ്ടാകും, സർക്കാർ ഒപ്പമുണ്ടാകും എന്ന് ഉറപ്പും നൽകുകയുമാണ് ചെയ്തത്. രാവിലെ 7 മണിയോടെ 7:15 ആയിരുന്നു ആരോഗ്യമന്ത്രി തലയോലപ്പറമ്പിലെ ബിന്ദുവിൻ്റെ വീട്ടിലേക്ക് എത്തിയത്. ഒരു വശത്ത് ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട ഈ കോട്ടയം മെഡിക്കൽ കോളേജ് അപകടവുമായി ബന്ധപ്പെട്ട് ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട വലിയ പ്രതിഷേധത്തിലാണ് പ്രതിപക്ഷമുള്ളത്. അതിനിടയിൽ ആരോഗ്യമന്ത്രി ഇന്ന് ആരെയും അറിയിക്കാതെ തന്നെ രാവിലെ ബിന്ദുവിൻ്റെ വീട്ടിലേക്ക് എത്തുകയായിരുന്നു. ബിന്ദുവിൻ്റെ ഭർത്താവ് വിശ്രുതനെയും മറ്റ് കുടുംബാംഗങ്ങളെയും ആരോഗ്യമന്ത്രി നേരിട്ട് കണ്ട് സംസാരിച്ചു, അവരുടെ പ്രശ്നങ്ങൾ കേട്ടു. ജി ശ്രീജിത്ത് വിവരങ്ങളുമായി. ശ്രീജിത്ത്, നമ്മൾ നേരത്തെ ബുള്ളറ്റിൻ ആരംഭിക്കുമ്പോൾ ഇന്ന് മന്ത്രി എത്തിയേക്കുമെന്ന സൂചന ഉണ്ടായിരുന്നു. പക്ഷേ എപ്പോൾ വരുമെന്ന ഉറപ്പോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ പെട്ടെന്ന് തന്നെ മന്ത്രിയുടെ സന്ദർശന വാർത്തയാണ് പിന്നെ കേട്ടത്. എന്താണ് വിശദാംശങ്ങൾ? പ്രത്യേകിച്ച് ആരെയും സാധാരണഗതിയിൽ സർക്കാർ മന്ത്രിമാരുടെ സന്ദർശനമൊക്കെ PRD വഴിയൊക്കെ അറിയിച്ച ശേഷമാണ് എത്തുക, അല്ലെങ്കിൽ മാധ്യമങ്ങളെ ഏതെങ്കിലും വഴിക്ക് അറിയിക്കാറുണ്ട്. ഇങ്ങനെ ഒരു അറിയിപ്പും ഇല്ലാതെയാണ് ഇന്ന് ആരോഗ്യമന്ത്രി എത്തിയത്. ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായ ശേഷം ആ വീട്ടിൽ സ്ഥിരമായി മാധ്യമങ്ങൾ തമ്പയ്ക്കുന്നതുകൊണ്ട് മാത്രമാണ് ഈ ദൃശ്യങ്ങൾ ഇന്ന് പുറത്തു വരുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുള്ളത്. ഒരു പരിധിവരെ രഹസ്യമായൊരു ഒരു സന്ദർശനം നടത്താൻ വീണ ജോർജ് തീരുമാനിച്ചു എന്നത് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. പാർട്ടി ചാനൽ അല്ലെങ്കിൽ ദേശാഭിമാനി പോലുള്ള പത്രങ്ങളെ പോലും അറിയിച്ചിരുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. അത്തരം മാധ്യമങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. എന്തായാലും ഈ കുടുംബത്തോടൊപ്പം നിൽക്കും, കുടുംബത്തിന്റെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ ഒപ്പം ഉണ്ടാകുമെന്ന ഉറപ്പാണ് ആരോഗ്യമന്ത്രി നൽകുന്നത്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി മന്ത്രി VN വാസവൻ സന്ദർശിച്ചപ്പോഴുമെല്ലാം ഈ സർക്കാരിന്റെ വാക്കുകളിൽ പൂർണ്ണമായും വിശ്വസിക്കുന്നു എന്ന നിലപാടാണ് ഈ ബിന്ദുവിന്റെ ഭർത്താവ് വിശ്രുതൻ പറയുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണോ അതോ വീട്ടുകാരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും എതിർപ്പുണ്ടാകും എന്ന് കരുതിയാണോ എന്ന് അറിയില്ല. എന്തായാലും ആരോഗ്യമന്ത്രി ഇങ്ങനെ ഈ നിലയിലൊരു പ്രതികരണം മാത്രമാണ് ഫലത്തിൽ നൽകി മടങ്ങുകയും ചെയ്തിട്ടുള്ളത്. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം K. അനിൽകുമാർ, ഒപ്പം തന്നെ ജില്ലാ സെക്രട്ടറി രഘുനാഥ് ഉൾപ്പെടെയുള്ളവർ ആരോഗ്യമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. പാർട്ടി അതീവ രഹസ്യമായി അറിഞ്ഞുകൊണ്ടൊരു സന്ദർശനം എന്ന നിലയിലാണ് ഇപ്പോൾ ഇതിനെ കാണേണ്ടത്. രാവിലെ ഏതാണ്ട് 7 മണിക്ക് തന്നെ വീണ ജോർജ് വീട്ടിലെത്തുകയും ചെയ്തിരുന്നു. 2 ദിവസത്തിനുള്ളിൽ വരും എന്ന മുന്നറിയിപ്പാണ് നേരത്തെ ഈ കുടുംബത്തെ ആരോഗ്യമന്ത്രി ഫോണിൽ വിളിച്ചപ്പോൾ അറിയിച്ചിരുന്നത്. എന്തായാലും അതിനൊക്കെ പിന്നാലെയാണ്. ഇനിയും വൈകുക എന്നുള്ളതിനപ്പുറത്തേക്ക് അത് കൂടുതൽ വിവാദമാകും എന്നുള്ളത് കൊണ്ട് പരിഗണിച്ചുകൊണ്ടാണ് ഇങ്ങനൊരു തീരുമാനത്തിലെത്തിയത് എന്ന് വേണം മനസ്സിലാക്കാൻ. ശ്രീജ, മറ്റ് വിശദാംശങ്ങളിലേക്ക് വരാം. അതിന് മുൻപ് ബിന്ദുവിൻ്റെ ഭർത്താവ് വിശ്രുതൻ മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. മന്ത്രിയുടെ സന്ദർശന ശേഷം വിശ്രുതൻ്റെ വാക്കുകളിലേക്ക്. സർക്കാർ എൻ്റെ കൂടുതലുള്ളതെന്ന് കൃത്യമായിട്ട് പ്രതിപക്ഷ നേതാവും ഒക്കെ വന്നിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് KPCC പ്രസിഡന്റ് ഇനിയിപ്പോൾ രമേശ് ചെന്നിത്തല വരും, ഇന്നോ നാളെ. ഇന്ന് വരാമെന്ന് എനിക്കറിയത്തില്ല, അപ്പം പറഞ്ഞായിരുന്നു. പിന്നെ പോയിട്ട് ശിഖാവ് തങ്ങൾ, അതെനിക്ക് മറക്കാൻ പറ്റില്ല. അത്രയും ദൂരത്തുനിന്ന് ഒരാൾ, മലപ്പുറത്ത് നിന്ന് വരുന്ന പുള്ളിയാണ്. ആ പുള്ളി വ്യക്തി വരെ നമ്മുടെ കുടുംബത്തിൽ വന്ന് എൻ്റെ ഈ ദുഃഖത്തിൽ പങ്കുചേർന്നതാണ്. പിന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് എല്ലാവരും വിളിച്ചിട്ടുണ്ട്. അല്ല, എനിക്കത് ഒരു സങ്കടം തോന്നി. ഇവരെയൊക്കെ ഞാൻ TV-യിലേ കണ്ടിട്ടുള്ളൂ, ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ ഇവർ എൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുകയായിരുന്നു. എന്നുവെച്ചാൽ ഈ ഭാഗത്തുള്ള നാനാതുറയിലുള്ള എൻ്റെ ഈ നാട്ടുകാരും എല്ലാം ഞങ്ങളുടെ കൂടെ ഒത്തുപിടിക്കുകയായിരുന്നു. നാട്ടുകാരെ നമ്മളെ മറക്കാൻ പറ്റത്തില്ല, നാട്ടുകാർ ചേർന്ന് പിടിക്കുകയായിരുന്നു.
ശ്രീജിത്ത് തുടരുന്നുണ്ട്. ശ്രീജിത്ത്, അതായത് കുടുംബം സർക്കാരിൻ്റെ ഇപ്പോഴത്തെ ഇടപെടലുകളിൽ അവരുടെ നടപടികളിലൊക്കെ സംതൃപ്തരാണ്. പക്ഷേ അതേസമയം പ്രതിപക്ഷം ഒട്ടും തൃപ്തരല്ല. പ്രതിപക്ഷം മന്ത്രിയുടെ രാജി അല്ലാതെ ഇനി ഒരു സമവായത്തിനുമില്ല, ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയുമാണല്ലോ. ഇന്നലെയും മിനിയാന്നും നമ്മൾ കണ്ട പ്രതിഷേധങ്ങൾ, അതിന് സമാനമായ രീതിയിൽ പ്രതിഷേധങ്ങൾ ഇനിയും തുടരുമോ? എന്താണ് വിവരങ്ങൾ? പ്രതിഷേധങ്ങൾ തുടരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആരോഗ്യമന്ത്രി പോകുന്ന പരിപാടികളിലൊക്കെ പ്രതിഷേധം, വിവിധ മന്ത്രിമാർ, മന്ത്രി വി എൻ വാസവൻ പങ്കെടുക്കുന്ന പരിപാടികളിൽ പ്രതിഷേധം ഈ നിലയിലൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് തുടരുമെന്ന് തന്നെയാണ് UDFന്റെ പ്രഖ്യാപനം. കാരണം ഒന്ന്, ജില്ലാ കളക്ടറുടെ അന്വേഷണം പോരാ, ഇക്കാര്യത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണം. അതായത് ജില്ലാ കളക്ടർ ഈ ആശുപത്രി വികസന സമിതിയുടെ അധ്യക്ഷനായി വരുന്ന ഒരു സാഹചര്യമുണ്ട്. ആ നിലയ്ക്ക് അവിടെ നടന്നൊരു വീഴ്ചയെക്കുറിച്ച് കളക്ടർ അന്വേഷിച്ചാൽ പോരാ എന്നുള്ളതാണ് ഈ പ്രതിപക്ഷ സംഘടനകളൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാദം. എന്തായാലും ഇതിങ്ങനെ നിൽക്കുമ്പോൾ ഈ സമരം ഒരു രാഷ്ട്രീയ പോരായി ഇത് തുടരുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ആരോഗ്യമന്ത്രിയെ ഫലത്തിൽ ന്യായീകരിക്കുകയാണ് ഈ CPIM സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ചെയ്തിട്ടുമുള്ളത്. അതുകൊണ്ട് തന്നെ ആ നിലയിൽ ഒരു രാഷ്ട്രീയ പോരിലേക്ക് ഇത് അവസാനിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. നടപടികൾ ഇപ്പോൾ വീഴ്ചയില്ല എന്ന് പറയുമ്പോൾ ഏതെങ്കിലും താഴെ തട്ടിലുള്ള ഉദ്യോഗസ്ഥരെക്കെതിരെ നടപടി ഉണ്ടാകാനുള്ള സാധ്യത എന്നതിനപ്പുറം മറ്റൊന്നും ഇപ്പോൾ പ്രതീക്ഷിക്കാൻ വയ്യ. സൂപ്രണ്ടിനെ അടക്കം ഫലത്തിൽ പുകഴ്ത്തി പറയുകയാണ് മന്ത്രി വി എൻ വാസവൻ കഴിഞ്ഞ ദിവസവും ചെയ്തിട്ടുള്ളത്. കളക്ടറുടെ റിപ്പോർട്ട് വളരെ വേഗത്തിലാക്കാൻ സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിനിടെ PWDയുടെയും ഒപ്പം തന്നെ ഫയർഫോഴ്സിന്റെ ഒക്കെ റിപ്പോർട്ട് കൂടി കളക്ടർ തേടിയിട്ടുണ്ട്. ഇതുകൂടി ചേർത്ത് വെച്ച് വേണം ഒരു അന്തിമമായ റിപ്പോർട്ട് തയ്യാറാക്കി നൽകാൻ. ഒരാഴ്ചക്കകം റിപ്പോർട്ട് എന്നുള്ളതാണ് കളക്ടർ ഇന്നലെയും വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഇതിൽ ഒരു രാഷ്ട്രീയ വിവാദമായി ഇത് അവസാനിക്കും. ഇത് ബിന്ദുവിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ കുടുംബത്തെ ചേർത്ത് നിർത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ ഏതറ്റം വരെയാണ് പോവുക, ഈ മക്കൾക്ക് ജോലി, മകൾക്ക് അല്ലെങ്കിൽ മകനോ ജോലി എന്ന കാര്യത്തിലൊക്കെ എന്തായിരിക്കും നിലപാട് എന്നൊക്കെയുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. കോട്ടയത്ത് നിന്ന് രാവിലെ 7 മണി കഴിഞ്ഞ ശേഷമാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് ബിന്ദുവിൻ്റെ വീട്ടിലെത്തി സന്ദർശനം നടത്തിയത്. കുടുംബത്തിന് സർക്കാർ ഒപ്പമുണ്ടാകുമെന്ന ഉറപ്പ് നൽകിയാണ് ആരോഗ്യമന്ത്രി മടങ്ങിയത്. മറ്റ് വാർത്തകൾ നോക്കാം. കേരള സർവകലാശാലയുടെ പ്രത്യേക സിൻഡിക്കേറ്റ് യോഗം ഇന്ന് ചേരും. സസ്പെൻഷനെതിരെ രജിസ്ട്രാർ അനിൽകുമാർ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ അറിയിക്കേണ്ട നിലപാട് തീരുമാനിക്കാനാണ് യോഗം. ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ആവശ്യപ്രകാരമാണ് VCയുടെ ചുമതലയുള്ള സിസ തോമസ് യോഗം വിളിച്ചത്. രജിസ്ട്രാറുടെ സസ്പെൻഷൻ പിൻവലിക്കണമെന്ന് യോഗത്തിൽ ഇടത് അംഗങ്ങൾ ആവശ്യപ്പെടും. എന്നാൽ VC ഇത് അംഗീകരിക്കാൻ ഇടയില്ല. ഡാൻ കുര്യൻ വിവരങ്ങളുമായി. ഡാൻ, അസാധാരണമായ സാഹചര്യങ്ങളിലൂടെയൊക്കെയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരള സർവകലാശാല കടന്നു പോകുന്നത്. ഈ സസ്പെൻഷന് പിന്നാലെ VC കൂടിയായ മന്ത്രി തന്നെ നേരിട്ട് VCക്ക് കത്തെഴുതിയിരുന്നു. പക്ഷേ ഹൈക്കോടതിയിൽ നിന്ന് ലഭിച്ച ഈ പരാമർശങ്ങൾ, ഹൈക്കോടതിയിൽ നിന്നുണ്ടായ പരാമർശങ്ങൾ VCക്ക് ആത്മവിശ്വാസം നൽകുന്നുണ്ടോ? ഇന്നത്തെ യോഗത്തിൽ എന്തായിരിക്കും ഒരു പൊതു അന്തരീക്ഷം? രാവിലെ 11 മണിക്കാണ് പ്രത്യേക സിൻഡിക്കേറ്റ് യോഗം കേരള സർവകലാശാല ആസ്ഥാനത്ത് വെച്ച് ചേരുക. നമുക്കറിയാം, ഈ രജിസ്ട്രാറെ അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്ത നടപടിയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് വിശദമായ ചർച്ചകൾ നടത്തുന്നതിന് വേണ്ടിയാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് വൈസ് ചാൻസലറുടെ ചുമതലയുള്ള ഡോക്ടർ സിസ തോമസ് ഈ പ്രത്യേക സിൻഡിക്കേറ്റ് യോഗം വിളിച്ചിരിക്കുന്നത്. ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ രജിസ്ട്രാറുടെ സസ്പെൻഷൻ നടപടി പിൻവലിക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. പക്ഷേ അങ്ങനെ ഒരു വിട്ടുവീഴ്ച ഇനി ഈ വിഷയത്തിൽ വൈസ് ചാൻസലറുടെ ഭാഗത്തുനിന്നുണ്ടാകാനുള്ള സാധ്യത കുറവാണ് എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. അങ്ങനെയാണെങ്കിൽ ഏതാനും ദിവസങ്ങളായി സർവകലാശാല ആസ്ഥാനത്ത് നിലനിൽക്കുന്ന സംഘർഷഭരിതമായ അന്തരീക്ഷം കൂടുതൽ രൂക്ഷമാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറും. കാരണം ഇടത് വിദ്യാർത്ഥി സംഘടനകൾക്ക് പുറമെ ജീവനക്കാരുടെ സംഘടനയും രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത നടപടിയിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് തെരുവിൽ പ്രതിഷേധിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളം കണ്ടതാണ്. സമാനമായ തരത്തിൽ ആ പ്രതിഷേധം കൂടുതൽ കടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറും. ഈ സസ്പെൻഷൻ നടപടി പിൻവലിക്കാൻ, ഈ രജിസ്ട്രാറുടെ സസ്പെൻഷൻ നടപടി പിൻവലിക്കാൻ വൈസ് ചാൻസലർ തയ്യാറാകാതിരുന്നാൽ അതുകൊണ്ട് തന്നെ നിർണായകമായ ഒരു സിൻഡിക്കേറ്റ് യോഗമാണ് രാവിലെ 11 മണിക്ക് ചേരാനിരിക്കുന്നത്. അതിന്റെ പശ്ചാത്തലത്തിൽ അതീവ സുരക്ഷയാണ് സർവകലാശാല ആസ്ഥാനത്ത് ഒരുക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ സിസ തോമസ് ഈ സർവകലാശാല ആസ്ഥാനത്തേക്ക് ദൗത്യ നിർവഹണത്തിനായി എത്തുമ്പോഴൊക്കെ ഈ പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് കനത്ത പോലീസ് സുരക്ഷയായിരുന്നു ഡോക്ടർ സിസ തോമസിന് ഒരുക്കിയത്. ആ സുരക്ഷയ്ക്ക് നടുവിലായിരിക്കും ഇന്നും സിസ തോമസ് സർവകലാശാല ആസ്ഥാനത്തേക്ക് ഈ
പ്രത്യേക സിൻഡിക്കേറ്റ് യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി എത്തുക. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ന് കേരള സർവകലാശാലയിൽ അടിയന്തര സിൻഡിക്കേറ്റ് യോഗം ചേരുകയാണ്. നാളെ കോടതിയിൽ എടുക്കേണ്ട നിലപാട് ചർച്ച ചെയ്ത് തീരുമാനിക്കുകയാണ് ഒരു പ്രധാനപ്പെട്ട അജണ്ട. പക്ഷേ VC അംഗങ്ങളുടെ സമ്മർദ്ദത്തിന് വഴങ്ങാൻ സാധ്യതയില്ല എന്നതാണ് നിലവിലെ സാഹചര്യം. മറ്റു വാർത്തകൾ കൂടി നോക്കാം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനിയും സമയം ബാക്കിയുണ്ട്. പക്ഷേ ആലോചനകൾ വളരെ തകൃതിയായി മുന്നോട്ട് പോവുകയാണ്. തിരുവമ്പാടി സീറ്റിനെ ചൊല്ലിയാണ് പുതിയ ഒരു ആലോചന നടക്കുന്നത്. തിരുവമ്പാടി സീറ്റ് വിട്ടു നൽകാൻ മുസ്ലിം ലീഗ് ആലോചിക്കുന്നു. തിരുവമ്പാടി സീറ്റ് കേന്ദ്രീകരിച്ച് UDFൽ പുതിയ ചർച്ചകൾ സജീവമാവുമ്പോൾ തിരുവമ്പാടിക്ക് പകരം തവനൂരോ പട്ടാമ്പിയോ ആണ് ലീഗ് ലക്ഷ്യമിടുന്നത്. പാർട്ടിയിലെ പ്രാദേശിക പ്രശ്നങ്ങളും മുസ്ലിം സ്ഥാനാർത്ഥി വന്നാൽ ക്രിസ്ത്യൻ വോട്ട് എതിരാകുമോ എന്ന ഭയവുമാണ് ലീഗിന്റെ പുതിയ കണക്ക് കൂട്ടലുകൾക്ക് പിന്നിലുള്ളത്. നേരത്തെ തന്നെ തിരുവമ്പാടി മണ്ഡലം കേന്ദ്രീകരിച്ച് പല ചർച്ചകളും സജീവമായി തന്നെ നടക്കുന്നുണ്ടായിരുന്നു. തിരുവമ്പാടിയിൽ പ്രാദേശിക പ്രശ്നങ്ങളുണ്ട് ലീഗിനെ സംബന്ധിച്ച്. ഇതോടൊപ്പം അവിടെ മത സാമുദായിക സമവാക്യങ്ങൾ, ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലയായ തിരുവമ്പാടിയിൽ ഒരു മുസ്ലിം സ്ഥാനാർത്ഥി വരുന്നതുകൊണ്ട് പ്രയോജനമുണ്ടോ? തിരുവമ്പാടി കൊണ്ട് ലീഗിന് കാര്യമായ പ്രയോജനം ഇതുവരെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു വെച്ചുമാറലിനെ കുറിച്ച് ലീഗ് ആലോചിക്കുന്നത്. പക്ഷേ അത് UDFൽ ആലോചനയ്ക്ക് വരുമ്പോൾ കോൺഗ്രസ് ആലോചനകൾക്ക് അനുകൂലമായി നിൽക്കുമോ തവൻ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. CV അനുമോദ് വിവരങ്ങളുമായി. അനുമോദ്, ഒരുപാട് സമയം ബാക്കിയുണ്ട് തെരഞ്ഞെടുപ്പിന്. പക്ഷേ ഇപ്പോഴേ ഇങ്ങനെ ചില ചർച്ചകൾ ഉയർത്തിവിടുമ്പോൾ അതിനു പിന്നിൽ ലീഗിന് വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് തിരുവമ്പാടി അവർക്ക് വലിയ പ്രയോജനമുള്ളൊരു മണ്ഡലമല്ല എന്ന നിലയ്ക്ക് എന്താണ് അവരുടെ മനസ്സിലുള്ള പദ്ധതി? ശ്രീജ, തിരുവമ്പാടിയിലെ ലീഗ് വലിയ തോതിൽ തന്നെ ആഭ്യന്തരമായിട്ടുള്ള തർക്കങ്ങൾ നേരിടുന്നുണ്ട്. അവിടെ ആഭ്യന്തരമായ ചില പ്രതിസന്ധികളുണ്ട്. അവിടെ ലീഗിൽ തന്നെ രണ്ട് വിഭാഗങ്ങളായി ചേരി ഇരിഞ്ഞു നിൽക്കുന്ന അവസ്ഥയാണ്. പാർട്ടിക്ക് അവിടെ നടപടിയെടുക്കേണ്ട സാഹചര്യം വരെ വന്നിരിക്കുന്നു. ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകൾ കൂടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഉദ്ദേശിച്ച ഒരു നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും അതിന്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാകും. അതുകൊണ്ടാണ് ഇപ്പോൾ തിരുവമ്പാടി സീറ്റിനെ ചൊല്ലി കോൺഗ്രസ് താല്പര്യമെടുക്കുമ്പോൾ അത് തള്ളിക്കളയാത്ത ഒരു നിലപാടിലേക്ക് ലീഗ് എത്തുന്നത്. പ്രധാനമായിട്ടും ലീഗിനെ സംബന്ധിച്ച് അവിടെ വിജയിച്ച് കയറുക ഈ ഘട്ടത്തിൽ എളുപ്പമാകില്ല എന്ന ഒരു കണക്കൽ കൂട്ടൽ കൂടിയുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് വിജയസാധ്യതയുള്ള മറ്റ് സീറ്റുകളിലേക്ക് ലീഗിന്റെ ആലോചന നീളുന്നത്. ഇതിൽ പ്രധാനമായിട്ടും കോഴിക്കോട് ജില്ലയിലെ 2 സീറ്റുകൾ ലീഗിന് താല്പര്യമുണ്ട്. അതൊന്ന് നദാപുരവും മറ്റൊന്ന് കൊയിലാണ്ടിയുമാണ്. കോഴിക്കോട് ജില്ലയിലെ തന്നെ സീറ്റുമായി വെച്ചുമാറ്റമാകുമ്പോൾ അത് കുറച്ചുകൂടി പ്രായോഗികമാണ് എന്ന നിലപാടാണ് കോൺഗ്രസിനും ലീഗിനും ഉള്ളത്. നേരെ മറിച്ച് ജില്ല മാറുകയാണെങ്കിൽ പാലക്കാടോ മലപ്പുറം ജില്ലയിലെ ഏതെങ്കിലും മണ്ഡലങ്ങളിലേക്ക് വെച്ചുമാറ്റമാണെങ്കിൽ അവിടെ കുറെ കൂടി സമവാക്യങ്ങളുടെ പ്രശ്നങ്ങൾ വരും. പ്രത്യേകിച്ച് പട്ടാമ്പിയിലേക്കാണ് ലീഗിന് മറ്റൊരു താല്പര്യമുള്ള സീറ്റ്. പക്ഷേ നിലവിൽ തന്നെ മണ്ണാർക്കാടും ലീഗിന്റെ കൈവശമാണ്. അതിന് പുറമെ പട്ടാമ്പി കൂടി എന്നുള്ളത് പ്രായോഗികമാകുമോ എന്നറിയണം. പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ റിയാസ് മുകുളിയെ പോലുള്ള നേതാക്കൾ അവിടെ വർഷങ്ങളായിട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം അവിടെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ പട്ടാമ്പിയിലേക്ക് വരുമ്പോൾ പാലക്കാട് ജില്ലയിലെ ഈ ലീഗും കോൺഗ്രസും തമ്മിലുള്ള സമവാക്യം അത് എത്രമാത്രം പാലിക്കപ്പെടേണ്ടി വരും, മാറ്റേണ്ടി വരും എന്ന് പറയാനാകില്ല. അവിടെ ഒരു സാധ്യതയുള്ളത് കോങ്ങാട് നിലവിൽ ലീഗ് മത്സരിച്ചത് കോൺഗ്രസിന് വിട്ടുകൊടുക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഇനി തവനൂരിലേക്ക് വരികയാണെങ്കിൽ അവിടെ കാര്യങ്ങൾ കുറച്ചുകൂടി ഗുരുതരമാണ്. നിലവിൽ 4 സീറ്റിൽ മാത്രമാണ് കോൺഗ്രസ് മത്സരിക്കുന്നത്. അതിലൊന്ന് തവനൂരാണ്. തവനൂരിൽ കഴിഞ്ഞ തവണ ഫിറോസ് കുന്നംപറമ്പിൽ കൈപ്പത്തി അടയാളത്തിൽ മത്സരിച്ചിരുന്നു. പക്ഷേ ജയസാധ്യത വളരെ കുറഞ്ഞ ഒരു സീറ്റായതുകൊണ്ട് തവനൂര് ഇത്തവണ കോൺഗ്രസ് ലീഗിന് കൊടുത്തേക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അപ്പോഴും 12-4 എന്നാണ് ജില്ലയിലെ UDFലെ ലീഗ് കോൺഗ്രസ് സീറ്റുകളുടെ അനുപാതം. അത് 12-3 ചുരുങ്ങുകയാണെങ്കിൽ 13-3 ചുരുങ്ങുകയാണെങ്കിൽ അതൊരു പക്ഷേ കോൺഗ്രസിന് അംഗീകരിക്കാൻ കഴിയുന്ന സാധ്യതയല്ല. അതിനു പുറത്ത് സ്ഥാനാർത്ഥി നിർണയത്തിന്റെ സമയത്ത് സാമുദായിക സമവാക്യങ്ങൾ വരുമ്പോൾ ഒരുപക്ഷെ കോൺഗ്രസിന് ഈ തവനൂർ കൈവശമുണ്ടെങ്കിൽ മാത്രമേ ചില പ്രതിസന്ധികൾ പരിഹരിക്കാൻ കഴിയുകയുള്ളൂ. ആ സാഹചര്യത്തിൽ തവനൂരും വെച്ചുമാറ്റം എന്നുള്ളത് എത്രമാത്രം പ്രായോഗികമാകുമെന്ന് കണ്ടറിയണം തന്നെയുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ കോഴിക്കോട് ജില്ലയിലെ ഏതെങ്കിലും സീറ്റുമായുള്ള വെച്ചുമാറ്റമാകും കോൺഗ്രസിനും ലീഗിനും ഈ ഘട്ടത്തിൽ പ്രായോഗികമായിട്ടുള്ള ഒരു കാര്യം എന്ന് വേണം കരുതുവാൻ. അത്തരത്തിലുള്ള ചർച്ചകളും പുരോഗമിക്കുന്നുണ്ട്. ശരി അനുമോ, തിരുവമ്പാടി സീറ്റ് ലീഗിന്
കുറേയേറെ പ്രശ്നങ്ങളുള്ള ഒരു സീറ്റാണ്. അത് നൽകിക്കൊണ്ട് പകരം കുറച്ചുകൂടി ജയസാധ്യതയുള്ള ഒരു സീറ്റിലേക്ക് മാറുന്നതിനെപ്പറ്റി ലീഗ് ആലോചിക്കുന്നു. കോൺഗ്രസിൻ്റെ കാര്യത്തിലുള്ള നിലപാടൊക്കെ ഇനിയുള്ള UDF ചർച്ചകളിലായിരിക്കും അറിയാൻ കഴിയുക. എന്തായാലും ഇപ്പോൾ തന്നെ അങ്ങനെ ഒരു ചർച്ച ഉയർത്തിവിടുകയാണ് ലീഗ്. അതിനോടുള്ള കോൺഗ്രസിൻ്റെ പ്രതികരണം നമുക്ക് വരും ദിവസങ്ങളിലും അറിയാം. CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത് മലപ്പുറത്ത് നിന്ന്. കൊച്ചിയിലെ ഡാർക്ക് നെറ്റ് ലഹരി ഇടപാട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മളൊക്കെ കേൾക്കുന്നുണ്ട്. അത് ഞെട്ടിക്കുന്നതായിരുന്നു. വലിയൊരു ശൃംഖലയുടെ തലപ്പത്തുള്ളത് കേരളത്തിൽ നിന്നുള്ള ഒരാളാണെന്ന്. എന്നാൽ ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരം ഈ ഇടപാടിൽ അറസ്റ്റിലായ 3 പേരും സഹപാഠികളാണ് എന്നതാണ്. മൂവാറ്റുപുഴയിലെ സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജിലാണ് എഡിസൺ ബാബുവും KV ഡിയോളും അരുൺ തോമസും ഒന്നിച്ചു പഠിച്ചത്. ഇവർക്കൊപ്പമുണ്ടായിരുന്ന സഹപാഠികളും നിരീക്ഷണത്തിലാണ്. പ്രതികളെ നാളെ NCB കസ്റ്റഡിയിൽ വാങ്ങും. നവമി ദിനേശ് വിവരങ്ങളുമായി. നവമി, ഈ എഡിസന്റെയും ഡിയോളിന്റെയും കാര്യത്തിൽ ഇവർ ഇടയ്ക്കിടയ്ക്ക് പാഞ്ചാലിമേട്ടിൽ കണ്ടിരുന്നു തുടങ്ങിയ വിവരങ്ങളൊക്കെ വന്നിരുന്നു. ഇപ്പോൾ അതിൽ കൂടുതൽ അടുത്ത ബന്ധം, ഇവർ 3 പേരും സഹപാഠികളായിരുന്നു, അതായത് ഏറെ നാളായുള്ള ബന്ധമാണ് എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം അനുസരിച്ച് ഈ ഡിയോൾ 2019 മുതൽ വിദേശ ലഹരി ഇടപാടുകാരുമായി ബന്ധമുണ്ടായിരുന്നു. കോടികൾ സമ്പാദിപ്പിക്കാമെന്ന് മോഹിപ്പിച്ചുകൊണ്ട് എഡിസനെ ഈ ലഹരിയുടെ വഴിയിലേക്ക് നയിച്ചതും ഡിയോൾ ആണെന്ന് NCB കണ്ടെത്തുകയും ചെയ്തു. ഒപ്പം ഈ എഡിസൺ സമർത്ഥനായിട്ടുള്ള ഒരു എഞ്ചിനീയർ ആണെന്ന് കൂടി NCBക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. കാരണം 25 പാസ്പോർട്ടുകളാണ് ഇയാൾ മനസ്സിൽ ഓർത്തു വെച്ചിരിക്കുന്നത്. ഇവർ ഇത്തരത്തിൽ ഒരു ഈ എഡിസന്റെ ഈ ഒരു എഞ്ചിനീയറിംഗിന്റെ മികവിനെ തന്നെയാണ് ഡിയോൾ ഇതിലേക്ക് പ്രേരിപ്പിച്ചതും അല്ലെങ്കിൽ ഡിയോൾ ഉപകാരപ്പെടുത്തിയതെന്ന് തന്നെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. എഡിസൺ ബാബു, KV ഡിയോൾ, അരുൺ തോമസ് ഇവർ 3 പേരും മൂവാറ്റുപുഴയിലെ സ്വകാര്യ കോളേജിൽ ഒന്നിച്ചു പഠിച്ചതാണ്. ഈ എഡിസന്റെ കഴിവിനെ ഡിയോൾ ഉപയോഗപ്പെടുത്തുകയായിരുന്നു. ഈ ലഹരിയുടെ സാധ്യതകളെ കുറിച്ചും അല്ലെങ്കിൽ ലഹരി ഇടപാട് നടത്തുമ്പോൾ ഉണ്ടാകുന്ന കോടികൾ വരുമാനം ലഭിക്കുമെന്നതിലൊക്കെ എഡിസനെ വീഴ്ത്തിയത് ഡിയോൾ എന്നാണ് NCBക്ക് ലഭിച്ച വിവരം. ഇവർ ഈ പാഞ്ചാലിമേട്ടിലെ ഈ റിസോർട്ടിലായിരുന്നു ഈ പ്രതികൾ ഒത്തുകൂടുകയും ഈ ലഹരിയെ കുറിച്ചുള്ള ചർച്ചകളും അല്ലെങ്കിൽ ലഹരി ഇടപാടുകളെ കുറിച്ചുള്ള കൂടുതൽ സാധ്യതകളും ഒക്കെ തേടുകയും ചെയ്തത്. ഇവരുടെ ഇൻസ്റ്റഗ്രാം, ഈ റിസോർട്ടിന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ നിറയെ തന്നെ ഡിയോളിന്റെയും എഡിസന്റെയും ചിത്രങ്ങളുമാണ്. എന്തായാലും നാളെ NCB പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ഈ ഒരു പെൺകുട്ടിയെ കൂടി അറസ്റ്റ് ചെയ്തിരുന്നു. ആ പെൺകുട്ടിയെ ഡിയോളിന്റെ ഭാര്യ അഞ്ജുവിനെ ഉടനെ കസ്റ്റഡിയിലേക്ക് വാങ്ങേണ്ടതില്ല എന്നൊരു നിഗമനത്തിലാണ്. കാരണം ഇവർ 3 പേരുമാണ്, ഈ സുഹൃത്തുക്കളായ 3 പേരുമാണ് ഇതിന്റെ മുഖ്യ സൂത്രധാരന്മാരെന്ന് തന്നെയാണ് NCB സംഘം കണ്ടെത്തിയിരിക്കുന്നത്. ഒപ്പം ഇവർ നടത്തിയത്, കേരളത്തിന് പുറത്ത് ഇവർ നടത്തിയ ലഹരി ഇടപാടുകളെ കുറിച്ചൊക്കെ ഉള്ള ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയും സംസ്ഥാനത്തിന് പുറത്തും അറസ്റ്റുകൾ ഉണ്ടായി എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരവും. ഇവർ സമ്പാദിച്ച പണം അതെവിടെയാണ്? ഈ ക്രിപ്റ്റോ കറൻസി കൂടാതെ ഇവർ ഈ അടുപ്പമുള്ള ഇടപാടുകാർക്ക് പണമായി തന്നെ, ക്യാഷ് ഓൺ ഡെലിവറിയായി തന്നെയാണ് സാധനങ്ങൾ എത്തിച്ചു നൽകിയിരുന്നത്. അങ്ങനെയെങ്കിൽ ആ പണം എവിടെ എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അന്വേഷണവും NCBയുടെ ഭാഗത്ത് നിന്ന് ഒരു ഭാഗത്തുകൂടി നടക്കുകയാണ്. ഒപ്പം ഈ ക്രിപ്റ്റോ ഇടപാടുകൾ പരിശോധിക്കുവാൻ വിദഗ്ധരുടെ സഹായം തേടുവാനും തീരുമാനിച്ചിട്ടുണ്ട്. ഒപ്പം ഈ കമ്മ്യൂണിക്കേഷൻ, ഈ വെബ്സൈറ്റിലൂടെയുള്ള കമ്മ്യൂണിക്കേഷൻ ഈ കോഡ് വഴിയാണ്, അത് ഡീകോഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വിദഗ്ധ സഹായവും NCB തേടിക്കഴിഞ്ഞു. എന്തായാലും ഇത് ചെറിയ ഇരകളല്ല, ഇവർ വലിയ ചെറിയ മീനുകളല്ല, ഇവർ വലിയ രീതിയിലുള്ള ഒരു നെറ്റ്വർക്ക് തന്നെയാണ് ഇതിനോടകം തന്നെ. നവമി, അതായത് ആദ്യഘട്ടത്തിൽ വിചാരിച്ചിരുന്നത് എഡിസൺ ആണ് ഈ ഡാർക്ക് നെറ്റിലെ ഈ ഒരു നെറ്റ്വർക്കിന്റെ പ്രധാനി, അല്ലെങ്കിൽ എഡിസന്റെ നേതൃത്വത്തിലാണ് ഇത് മുഴുവൻ നടന്നിരുന്നത് എന്നതാണ്. ഇപ്പോൾ വരുന്ന വിവരങ്ങൾ അനുസരിച്ച് എഡിസനെ ഇതിലേക്ക് കൊണ്ടുവന്നത് ഡിയോൾ ആണ് എന്നതാണോ? അങ്ങനെ തന്നെയാണ് ശ്രീജ NCB പറയുന്നത്. ഡിയോള് 2019 മുതൽ തന്നെ വിദേശ ലഹരി ഇടപാടുകൾ ഉണ്ടായിരുന്നു. ഇവരുടെ ഒരു സൗഹൃദം, അതായത് പഠിക്കാനൊക്കെ ഏറെ മിടുക്കനായിരുന്നു എഡിസൺ. ആ എഡിസന്റെ കഴിവിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ഇതിലെ സാധ്യതകൾ, കോടികൾ സമ്പാദിക്കുവാൻ കഴിയും, ലഹരി ഇടപാടിലൂടെ വലിയ സാധ്യതകളുണ്ട്, പണത്തിന് ബുദ്ധിമുട്ടുണ്ടാകില്ല, മറ്റ് ഇപ്പോൾ ചെയ്യുന്ന ജോലികളൊക്കെ ഉപേക്ഷിച്ച ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ കോടികൾ സമ്പാദിക്കാൻ കഴിയുമെന്ന് മോഹിപ്പിച്ചുകൊണ്ട് ഡിയോളാണ് എഡിസനെ ഈ ഒരു വഴിയിലേക്ക് നയിച്ചതെന്നാണ് NCBക്ക് കണ്ടെത്താൻ കഴിഞ്ഞത്. ഒപ്പം ഈ എഡിസന്റെ
മെമ്മറി പവർ അത് വലിയ രീതിയിൽ തന്നെ ഡിയോൾ ഉപയോഗിക്കുകയും അത് വലിയ രീതിയിൽ തന്നെ ഈ ഒരു ലഹരി ഇടപാടുകളിലെ സാധ്യതകളിലേക്ക് തുറന്നു കൊടുക്കുവാനും കഴിഞ്ഞു എന്നാണ് NCBക്ക് കണ്ടെത്താൻ കഴിഞ്ഞത്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിലെ ഡാർക്ക് നെറ്റ് ലഹരി ഇടപാടിൽ ഈ അറസ്റ്റിലായ 3 പേരും സഹപാഠികളാണ്. എഡിസനെ പോലും ഇതിലേക്ക് കൊണ്ടുവന്നത് ഡിയോൾ ആണ് എന്ന വിവരങ്ങളാണ് ഇപ്പോൾ NCBയിൽ നിന്ന് ലഭിക്കുന്നത്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ആളുകളെ ആശങ്കപ്പെടുത്തിയിരുന്ന മലപ്പുറം കാളികാവിലെ നരഭോജി കടുവ കൂട്ടിലായിരിക്കുന്നു. സുൽത്താന എസ്റ്റേറ്റിനോട് ചേർന്ന് സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ കുടുങ്ങിയത്. കടുവ അളവില് കുടുങ്ങിയത് കൂട്ടുന്ന സി വി അനുമോദ് വിവരങ്ങളുമായി. അനുമോദ്, ഇത് കുറേ നാളായി കടുവയെ തേടി നടക്കാൻ തുടങ്ങിയിട്ട്, കടുവയെ കണ്ടെത്തിയിട്ട് കുറേ നാളായി. ഇപ്പോൾ ഒടുവിൽ അത് കൂട്ടിലായിരിക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? ശ്രീജ, 58 ദിവസമായി ഈ കടുവയ്ക്ക് വേണ്ടിയുള്ള തെരച്ചിലും അന്വേഷണവും നടപടികളും ഒക്കെ തുടങ്ങിയിട്ട് അതിനൊടുവിലാണ് ഇപ്പോൾ നാടിനൊന്നാകെ ആശ്വാസമായിട്ട് ഈ കടുവ കൂട്ടിലായി എന്ന വിവരം പുറത്തുവരുന്നത്, അതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവരുന്നത്. ആ സുൽത്താന എസ്റ്റേറ്റിനോട് ചേർന്നുള്ള വളവിൽ സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ കുടുങ്ങിയിരിക്കുന്നത്. ഈ മേഖലയിലൊക്കെ പലതവണ കടുവയുടെ കാൽപ്പാടുകൾ കണ്ടിരുന്നു. കടുവ ക്യാമറയിൽ പതിഞ്ഞതായുള്ള ദൃശ്യങ്ങൾ വന്നിരുന്നു. പക്ഷെ കടുവയെ പിടികൂടുക എളുപ്പമായിരുന്നില്ല. 2 തവണ ദൗത്യ സംഘം കടുവയെ കണ്ടെങ്കിലും കടുവയ്ക്ക് നേരെ വെടിയുതിർത്തെങ്കിലും അതിനെ പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ പ്രതിഷേധം മേഖലയിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആശ്വാസമായിട്ട് ഈ ഒരു കടുവ കൂട്ടിലായ വാർത്തയാണ് പുറത്തുവരുന്നത്. കഴിഞ്ഞ 58 ദിവസങ്ങൾ നീണ്ട വനം വകുപ്പിന്റെയും നാട്ടുകാരുടെയും ആ തീവ്ര പരിശ്രമം അത് ഫലം കണ്ടിരിക്കുന്നു. കടുവയെ കൂട്ടിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. മെയ് മാസം 12-ാം തീയതിയായിരുന്നു കാളികാവ് സ്വദേശിയായ റബ്ബർ ടാപ്പിംഗ് തൊഴിലാളി ഗഫൂറിനെ കടുവ അടിച്ചു കൊന്നത്. അതേ തുടർന്ന് വലിയ തോതിൽ തന്നെ പ്രതിഷേധങ്ങൾ അവിടെ തുടങ്ങിയിരുന്നു. കുങ്കിയാനകളെ ഈ ഒരു ആനകളെ ഉപയോഗിച്ച് കടുവയെ പിടികൂടാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. 7 ഇടങ്ങളിലായി കൂടുകൾ സ്ഥാപിച്ചു. നിരവധി ഇടങ്ങൾ 30-ലേറെ ഇടങ്ങളിൽ വനത്തിന് പുറത്തുള്ള എസ്റ്റേറ്റിലും ജനവാസ മേഖലയിലും ഒക്കെ ക്യാമറകൾ സ്ഥാപിച്ചു. തുടർന്ന് ഇത്രയും ദിവസം വനം വകുപ്പും നാട്ടുകാരും ഒക്കെ ഈ ഒരൊറ്റ ദൗത്യത്തിൽ രാപ്പകൽ എന്ന് പറയാം അത്രയും അധ്വാനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അത്രയും പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനെല്ലാം ഫലം കണ്ടിരിക്കുന്നു. കടുവയെ പിടികൂടിയിരിക്കുന്നു, കടുവ കൂട്ടിലായിരിക്കുന്നു എന്ന ആശ്വാസ വിവരമാണ് പുറത്തുവരുന്നത്. ഈ ഒരു മേഖലയെ സംബന്ധിച്ച് ഇത് നൽകുന്ന ആശ്വാസം ചെറുതല്ല. കാരണം ആളുകളുടെ നിത്യജീവിതത്തിൽ തന്നെ ഈ ഒരു കടുവ ഭീതി ബാധിച്ചിരുന്നു. ടാപ്പിംഗ് തൊഴിലാളികളും അതുപോലെ അതിരാവിലെ ജോലിക്ക് പോകുന്നവരും രാത്രി വൈകി ജോലി കഴിഞ്ഞ് മടങ്ങിയെത്തുന്നവരൊക്കെ കടുവയുടെ പേടിയിലായിരുന്നു ഇത്രയും ദിവസം ഉണ്ടായിരുന്നത്. നേരത്തെ കടുവയെ പിടികൂടാൻ സ്ഥാപിച്ച കൂട്ടിൽ ഒരു പുലി കുടുങ്ങിയ സംഭവവും ഇതിനിടെ ഉണ്ടായിരുന്നു. അത്തരത്തിൽ വന്യജീവി ശല്യം അതിരൂക്ഷമായ സാഹചര്യമാണ് കാളികാവ് കരുവാരക്കുണ്ട് മേഖലയിൽ. അവിടെ ഈ ഒരു മാനീറ്റർ ടൈഗർ എന്ന് പറയുന്ന തരത്തിൽ നരഭോജിയായിട്ടുള്ള ഈ കടുവ ഇപ്പോൾ വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ പിടിയിലായി എന്നുള്ളത് ഈ നാടിനെയും നാട്ടുകാരെയും സംബന്ധിച്ച് നൽകുന്ന ആശ്വാസം ചെറുതല്ല. ഇത്രയും ദിവസം നീണ്ട ഒരു മിഷന് ഒടുവിൽ കടുവയെ പിടികൂടാൻ സാധിച്ചു എന്നത് വനം വകുപ്പിനെ സംബന്ധിച്ച് നൽകുന്നത് വലിയ ആശ്വാസമാണ്. നാടിനൊന്നാകെ ആശ്വാസമാകുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കാളികാവിലെ നരഭോജി കടുവ കൂട്ടിലായിരിക്കുന്നു. വലിയ രീതിയിലുള്ള പ്രതിഷേധം, ആശങ്ക, ഒരുപക്ഷെ ഓരോ ദിവസവും നമ്മുടെ ഓർമ്മയിലുണ്ട്. 10 മീറ്റർ അകലെ കണ്ടു, കടുവ തൊട്ടടുത്ത് തന്നെ ഉണ്ടെന്ന് പറയുന്നു, നാളെ പിടിക്കുമെന്ന് പറയുന്നു, ഓരോ ദിവസവും എണ്ണി ഇത്ര ദിവസം ദൗത്യം എന്ന് പറയുന്നു. അങ്ങനെ അതിസാഹസികമായ ഒരു ദൗത്യമായിരുന്നു. ഇതിനിടയിലാണ് DFOയുടെ സ്ഥലം മാറ്റം വന്നത്, അതും വലിയ വാർത്തയായി. അതിനൊക്കെ ഒടുവിൽ ആ കടുവ പിടിയിലാവുമ്പോൾ അത് വനം വകുപ്പിനെ സംബന്ധിച്ച് എത്രമാത്രം ഇങ്ങനെ സ്ഥിരോത്സാഹത്തോടെ തന്നെ ആ കടുവയെ പിടികൂടാൻ ഒരു ദൗത്യം കൊണ്ടുപോയി എന്നത് എത്രത്തോളം അഭിനന്ദനാർഹമാണ്?
വനം വകുപ്പിന് തന്നെയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നത്. അതേ വനം വകുപ്പിനെ ഈ ഘട്ടത്തിൽ അഭിനന്ദിക്കാതിരിക്കാനും കഴിയുകയില്ല. കാരണം ഓരോ തവണയും ദൗത്യത്തിൽ വീഴ്ച വരുമ്പോൾ, ദൗത്യത്തിൽ അപ്രതീക്ഷിതമായ കാരണങ്ങൾ കാരണം ദൗത്യം നീണ്ടുപോകുമ്പോൾ വനം വകുപ്പ് വലിയ തോതിൽ തന്നെ പഴി കേട്ടിരുന്നു. വനം വകുപ്പിലെ ഉദ്യോഗസ്ഥരെ തടഞ്ഞു വെച്ച് പ്രതിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. വനം വകുപ്പിനെതിരെ നാട്ടുകാരും രാഷ്ട്രീയക്കാരും ഒന്നാകെ രംഗത്തിറങ്ങുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഇന്നലെയും ആര്യാടൻ ഷൗക്കത്തും അതുപോലെ AP അനിൽകുമാറും കോൺഗ്രസ് നേതൃത്വത്തിൽ വനം വകുപ്പിനെതിരെ പ്രതിഷേധം കാളികാവിൽ സംഘടിപ്പിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ വനം വകുപ്പ് അതിഭീകരമായി വിമർശിക്കപ്പെടുന്ന, അതിശക്തമായി വിമർശിക്കപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയായിരുന്നു ഇതുണ്ടായിരുന്നത്. പക്ഷെ അപ്പോഴൊക്കെ തന്നെ വനം വകുപ്പിന്റെ ദൗത്യം അവർ തുടർന്നുകൊണ്ടേയിരുന്നു. കടുവയുടെ സാന്നിധ്യം സംശയിക്കുന്ന ഇടങ്ങളിൽ, അതും ചെങ്കുത്തായ വനമേഖലകൾ, ചെങ്കുത്തായ പാറക്കെട്ടുകൾ, കൊടുങ്കാട് എന്ന് പറയാൻ കഴിയുന്ന, ജീവന് തന്നെ അപകടം വന്നേക്കുമെന്ന് ഉറപ്പുള്ള മേഖലകളിലൊക്കെയായിരുന്നു ഇവരുടെ ദൗത്യം. അതിന്റെ പല ദൃശ്യങ്ങളിലും അവർ പോകുന്ന സ്ഥലത്തിന്റെ ഭീകരതയും അതിന്റെ വന്യതയും ഒക്കെ പുറത്ത് കൊണ്ടുവരുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളായിരുന്നു വനംവകുപ്പിന്റെ തെരച്ചിലിന്റേതായിട്ട് വന്നിരുന്നതൊക്കെ. അത്രയും ദുഷ്കരമായ ഒരു സാഹചര്യത്തിലായിരുന്നു കടുവയുടെ ദൗത്യം വനംവകുപ്പ് തുടർന്നുകൊണ്ടിരുന്നത്. അതിനിടെ 2 തവണയാണ് കടുവയെ നേർക്കുനേർ കാണുന്ന സാഹചര്യം ഉണ്ടായി. ഒരു സമയത്ത് കടുവ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നേരെ ചാർജ് ചെയ്യുന്ന, കുതിച്ച് ചാടുന്ന ഒരു സാഹചര്യം വന്നു. അവരുടെ ജീവന് തന്നെ ഭീഷണിയാവുന്ന ഒരു അവസ്ഥ വന്നിരുന്നു. അപ്പോൾ അതിന് വെടിവെക്കാൻ കഴിഞ്ഞെങ്കിലും പക്ഷെ അത് മയക്കുവെടി വെച്ച് അതിനെ പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല. അവരെ പമ്പിംഗ് ഗൺ ഉപയോഗിച്ചായിരുന്നു, അതായത് പേടിപ്പിച്ച് ഓടിക്കുന്ന, ദേഹത്ത് പരിക്ക് മാത്രം പറ്റുന്ന തരത്തിലുള്ള വെടിയുതിർക്കുന്ന ഗൺ ഉപയോഗിച്ചായിരുന്നു അതിനെ നേരിട്ടിരുന്നത്. എന്നിട്ടും ആ കടുവയ്ക്ക് പരിക്കേറ്റിരുന്നില്ല, അല്ലെങ്കിൽ പരിക്കേറ്റോന്ന് വ്യക്തമല്ല. പക്ഷെ ആ കടുവയെ പിടികൂടാൻ അന്നും എന്നിട്ടും കഴിഞ്ഞിരുന്നില്ല. തുടർന്നാണ് ഇപ്പോൾ അതിന് ഒരാഴ്ചയ്ക്ക് ശേഷം ഇപ്പോൾ കടുവ കൂട്ടിലായ വിവരം ഇന്ന് രാവിലെ പുറത്തു വന്നിരിക്കുന്നത്. എന്താണെങ്കിലും വനം വകുപ്പിന്റെ ഇത്രയും ദിവസം നീണ്ടുനിന്ന ഒരു ദൗത്യത്തിന് ശുഭകരമായ ഒരു പര്യവസാനം ഉണ്ടായി എന്നുള്ളത് വളരെ ആശ്വാസകരമായ ഒരു കാര്യമാണ്. പക്ഷെ നാട്ടുകാരെ സംബന്ധിച്ച് അവർ മുൻപിൽ വെക്കുന്ന ഒരു കാര്യം, ആദ്യവും മുൻപിൽ വെക്കുന്നത് ഈ കടുവയെ ജീവനോട് കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷേ ഇതിനെ മൃഗശാലയിലേക്കോ അല്ലെങ്കിൽ ഈ നാടിന് ഭീഷണി ഉണ്ടാകാത്ത തരത്തിൽ ഏതെങ്കിലും മേഖലയിലേക്കോ കൊണ്ടുപോകാൻ വനം വകുപ്പ് തീരുമാനിച്ചാൽ അത് ജനങ്ങളും അതിനെ അംഗീകരിക്കും, അല്ലെങ്കിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് സാഹചര്യം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് കരുതേണ്ടത്. അതിനൊപ്പം തന്നെ വനം വകുപ്പ് ഇത്രയും ദിവസം നീണ്ടു നിന്ന ഈ ദൗത്യത്തിൽ വനംവകുപ്പ് നടത്തിയ പ്രയത്നത്തെയും നാട്ടുകാർക്ക് കണ്ടില്ലെന്ന് നടിക്കാനാകില്ല. അതുകൊണ്ട് തന്നെ വനംവകുപ്പിന്റെ പ്രയത്നം, ദൗത്യം ഏറെ പ്രധാനപ്പെട്ടതാണ്. ഈ ഘട്ടത്തിൽ ഈ നാടിനെ സംബന്ധിച്ച് ഈ കടുവ പിടിയിലായത് നൽകുന്ന ആശ്വാസം വളരെ വലുതുമാണ്. CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. അങ്ങനെ ഏറെ നാളായി, ഏതാണ്ട് 58 ദിവസമായി കാളികാവിലെ ജനങ്ങളെ ആശങ്കയിലാക്കിയിരുന്ന, ഭീതിയുടെ മുൾമുനയിൽ നിർത്തിയിരുന്ന നരഭോജി കടുവ ഇപ്പോൾ കൂട്ടിലായിരിക്കുന്നു. ടാപ്പിംഗ് തൊഴിലാളിയായ ഗഫൂറിനെ കടുവ കടിച്ചു കൊന്നു എന്ന വാർത്തയാണ് നമ്മൾ ആദ്യം കേൾക്കുന്നത്. അതിന് പിന്നാലെയാണ് സ്ഥിരമായി ഈ കടുവയ്ക്കായുള്ള ദൗത്യ സംഘത്തിൻ്റെ ശ്രമങ്ങൾ തുടങ്ങിയത്. പക്ഷേ ഓരോ തവണയും തൊട്ടരികിൽ എത്തിയിട്ട് പോലും ഈ കടുവയെ കിട്ടിയിരുന്നില്ല. വനംവകുപ്പിന് അതിൻ്റെ പേരിൽ ഒരുപാട് പഴി കേൾക്കേണ്ടി വന്നു. വനംവകുപ്പ് കടുവയെ പിടിക്കാൻ വെച്ച കൂട്ടിൽ പുലി കുടുങ്ങുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. പക്ഷേ ഈ കടുവ കാണാമറയത്ത് തന്നെ തുടരുകയായിരുന്നു. ഇപ്പോൾ ഇതാ ഒടുവിൽ നാട്ടുകാരുടെ മുഴുവൻ ആശങ്കയായിരുന്ന, അവർക്ക് അവരുടെ സ്വൈര്യ ജീവിതത്തിന് മുഴുവൻ തടസ്സമായിരുന്ന നരഭോജി കടുവയെ വനംവകുപ്പിൻ്റെ കെണിയിൽ കുടുങ്ങിയിരിക്കുന്നു. ആ കൂട്ടിൽ കടുവ കുടുങ്ങിയിരിക്കുന്നു. അനുമതി, ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയോ? ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന കാര്യത്തിലൊക്കെ എപ്പോഴത്തേക്ക് ഒരു തീരുമാനം ഉണ്ടാവും? സൗത്ത് DFO അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇപ്പോൾ മേഖലയിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട്. വനവകുപ്പിന്റെ ഉദ്യോഗസ്ഥർ അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് എത്തും. ഇത് പ്രധാന റോഡിൽ നിന്നും കുറെ ഉള്ളിലാണ് ഈ ഒരു കടുവ കുടുങ്ങിയ ഭാഗമുള്ളത്. അവിടെ നിന്നും താഴെ കൊണ്ടുവന്നിട്ട് വേണം അതിനെ കൊണ്ടുപോകാൻ. മിക്കവാറും ഇതിനെ വനംവകുപ്പിന്റെ ഏതെങ്കിലും കേന്ദ്രത്തിലേക്ക് മാറ്റുകയായിരിക്കും ആദ്യഘട്ടത്തിൽ ചെയ്യുക. തുടർന്ന് അതിനെ വൈദ്യപരിശോധനകൾ നടത്തേണ്ടി വരും. കാരണം ഇതിന് ഒരു ആരോഗ്യസ്ഥിതി എത്രമാത്രമുണ്ട്, മറ്റ് ദൂരെ എവിടെയെങ്കിലും കൊണ്ട് കാട്ടിലാക്കി കഴിഞ്ഞാൽ അതിനെ സർവൈവ് ചെയ്യാനുള്ള സാഹചര്യമുണ്ടോ, അത്തരത്തിലുള്ള ആരോഗ്യ പരിശോധനകൾ എന്താണെങ്കിലും വനംവകുപ്പിന് ഈ കടുവയെ പിടികൂടിയാൽ പൂർത്തിയാക്കേണ്ടതുണ്ട്. അത് അത്തരത്തിലുള്ള ദേശീയ നയത്തിന്റെ ഭാഗമാണ്, നടപടികളുടെ ഭാഗമാണ്. ആ നടപടികൾക്ക് ശേഷമാകും കടുവയെ എവിടേക്കാണ് കൊണ്ടുപോവുക എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാവുക. എന്താണെങ്കിലും സൗത്ത് DFOയെ സംബന്ധിച്ചും ഇത് വളരെയധികം ആശ്വാസമാകുന്ന ഒരു കാര്യമാണ്. കാരണം അദ്ദേഹത്തിന് സ്ഥലമാറ്റം അടക്കമുള്ള കാര്യങ്ങൾ നിലവിൽ കോടതിയുടെ പരിഗണനയിലാണ്. അദ്ദേഹത്തിന് ഈ ദൗത്യത്തിനിടെ കാലിന് പരിക്കേറ്റു, കാല് ഒടിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്നിട്ട് പോലും അദ്ദേഹം അടക്കമുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥർ
ഒരേ മനസ്സോടെ ഈ ഒരു ദൗത്യത്തിൽ പങ്കെടുത്തു എന്നതുകൂടി എത്രമാത്രം ഈ ദൗത്യം പ്രധാനപ്പെട്ടതാണ് എന്ന് തെളിയിക്കുന്നതാണ്. വനം വകുപ്പിനെ സംബന്ധിച്ച് അവരുടെ പ്രയത്നങ്ങൾക്കൊക്കെ ഒരു ശുഭകരമായ പര്യവസാനം ഉണ്ടായ ദിവസം കൂടിയാണെന്ന് ഇതുവരെ ഉയർന്ന വിമർശനങ്ങൾക്ക് ഒരു മറുപടി നൽകുവാനും അല്ലെങ്കിൽ വനം വകുപ്പ് കാര്യക്ഷമമായിട്ട് അതിനെ പ്രവർത്തിക്കുന്നു എന്ന് തെളിയിക്കുവാനും ഇന്നത്തെ ഈ നടപടിയിലൂടെ സാധിച്ചിട്ടുണ്ട്. കടുവ കൂട്ടിലായത് അതുകൊണ്ട് തന്നെ വനം വകുപ്പിനെ സംബന്ധിച്ചും വലിയ ആശ്വാസം നൽകുന്ന കാര്യമാണ്. ശ്രീജ. ശരി, CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. കാളികാവിലെ നരഭോജി കടുവ കൂട്ടിലായിരിക്കുന്നു. 58 ദിവസങ്ങളാണ് ആ നാട്ടിലുള്ള മുഴുവൻ ആളുകളും ഭയത്തോടെ ആശങ്കയോടെ കഴിഞ്ഞത്. വനം വകുപ്പിനും ഒരുപാട് ചീത്തപ്പേര് കേൾക്കേണ്ടി വന്നു. പക്ഷെ ഒടുവിൽ ഇപ്പോൾ വനം വകുപ്പിന്റെ കൂട്ടിനുള്ളിൽ കടുവ കുടുങ്ങിയിരിക്കുന്നു. ഉദ്യോഗസ്ഥർ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളുമായി പിന്നീട് മടങ്ങിയെത്താം. നമുക്ക് മറ്റു വാർത്തകളിലേക്ക് പോകാം ഇടവേളയ്ക്ക് ശേഷം. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ വലിയ രീതിയിൽ വാർത്തയായ സംഭവമായിരുന്നു ചാരവൃത്തി കേസിൽ അറസ്റ്റിലായ ഹരിയാന സ്വദേശി വ്ലോഗർ ജ്യോതി മൽഹോത്രയുടെ യാത്രകൾ അല്ലെങ്കിൽ ജ്യോതി മൽഹോത്രയെക്കുറിച്ചുള്ള വിവരങ്ങൾ. ജ്യോതി മൽഹോത്ര കേരളത്തിലെത്തിയെന്ന വാർത്ത നേരത്തെ വന്നതാണ്. ഇപ്പോൾ ഇതാ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടി വരുന്നു. ജ്യോതി മൽഹോത്രയെ കേരളത്തിലേക്ക് ക്ഷണിച്ചത് ടൂറിസം വകുപ്പാണ്. ടൂറിസം പ്രമോഷനായി സമൂഹ മാധ്യമ ഇൻഫ്ലുവൻസർ എന്ന നിലയ്ക്കായിരുന്നു ജ്യോതിക്കുള്ള ക്ഷണം. ഇതിനായി യാത്ര, താമസ സൗകര്യങ്ങൾ ഒരുക്കുകയും പണം നൽകുകയും ചെയ്തു. വിവരാവകാശ രേഖ ന്യൂസ് 18 ലഭിച്ചു. MS അനീഷ് കുമാർ വിവരങ്ങളുമായി. അനീഷ്, ഈ ജ്യോതി മൽഹോത്ര കേരളത്തിലെത്തിയത് എന്തിന് എന്ന ചോദ്യങ്ങളൊക്കെ ഒരു ഘട്ടത്തിൽ വലിയ രീതിയിൽ ഉയർന്നിരുന്നു. ഇപ്പോൾ ഇതാ ക്ഷണിച്ചു വരുത്തിയത് കേരള ടൂറിസമാണ് എന്ന വിവരങ്ങൾ വരുന്നു. എന്താണ് ഈ വിവരാവകാശ രേഖയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്? ശ്രീജ, തീർച്ചയായും വലിയ പ്രാധാന്യമുള്ള വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. കാരണം നേരത്തെ പഹൽഗാം ജ്യോതി മൽഹോത്ര അവർ നടത്തിയ യാത്രകളെ കുറിച്ച് അല്ലെങ്കിൽ അവരുടെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പ്രൊഫൈലുകളിൽ നിന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അതിൽ മൂന്നാർ തങ്ങുന്നതിന്റെയും തിരുവനന്തപുരത്ത് തങ്ങുന്നതിന്റെയും കണ്ണൂരും കോഴിക്കോടും ഒക്കെ യാത്ര ചെയ്യുന്നതിന്റെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. എന്നാൽ അവർ ഒരു ഇൻഫ്ലുവൻസർ എന്ന രീതിയിൽ നടത്തിയ യാത്രകൾ എന്ന രീതിയിലാണ് വ്യാഖ്യാനിക്കപ്പെട്ടത്. ഇപ്പോഴാണ് സർക്കാർ ചെലവിലാണ് അവർ കേരളത്തിൽ വന്ന് സന്ദർശിച്ച് തന്ത്രപ്രധാനമായ സ്ഥലങ്ങളുടെ വീഡിയോകൾ കൈക്കലാക്കിയ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുകയും ഒരുപക്ഷെ ശത്രു രാജ്യത്തിന് കൈമാറുകയും ചെയ്തിരിക്കാം എന്നൊരു നിഗമനത്തിലേക്ക് ഇപ്പോൾ എത്തുന്നത്. 41 ഇൻഫ്ലുവൻസർമാരെയാണ് സർക്കാർ സ്വന്തം ചെലവിൽ അല്ലെങ്കിൽ ടൂറിസം വകുപ്പ് പണം മുടക്കി കേരളത്തിലേക്ക് എത്തിച്ചത്. അവർക്കുള്ള യാത്രാ സൗകര്യങ്ങൾ, താമസം, ഭക്ഷണം, ഇക്കാര്യങ്ങളെല്ലാം ടൂറിസം വകുപ്പാണ് നൽകിയിരിക്കുന്നത്. ഒപ്പം അവർക്ക് പ്രതിഫലവും നൽകിയിട്ടുണ്ട്. പക്ഷേ എന്നാൽ എത്ര രൂപയാണ് നൽകിയത് എന്ന കാര്യത്തിൽ ഈ വിവരാവകാശ രേഖയിൽ അവർ കൃത്യമായ ഒരു മറുപടി നൽകിയിട്ടില്ല. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വിനോദസഞ്ചാര രംഗത്ത് വലിയ ഇടിവുണ്ടായി. ഇതേ തുടർന്ന് അത് തിരിച്ചുപിടിക്കുന്നതിനുള്ള എന്റെ കേരളം എന്നും സുന്ദര കേരളം എന്ന ഒരു പ്രചാരണ പരിപാടിയുടെ ഭാഗമായാണ് ഇത്തരം ഇൻഫ്ലുവൻസർമാരെ കൊണ്ടുവരുന്നത് എന്നാണ് ഇപ്പോൾ ടൂറിസം വകുപ്പ് വിശദീകരിക്കുന്നത്. അതിൽ ഇൻഫ്ലുവൻസർമാർക്കുള്ള സ്വാധീനം, എത്ര ഫോളോവേഴ്സ് അവർക്കുണ്ട്, അവർ ഈ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്ന കണ്ടന്റുകൾ, അവയുടെ ഉള്ളടക്കം എന്നിവയൊക്കെ പരിശോധിച്ചാണ് ഇത്തരം ബ്ലോഗർമാരെ സെലക്ട് ചെയ്തിരിക്കുന്നതെന്നാണ് വകുപ്പ് തന്നെ നൽകുന്ന വിശദീകരണം. എന്നാൽ എത്ര പണം ജ്യോതി മൽഹോത്ര അടക്കമുള്ളവർക്ക് നൽകി എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. ഫേസ്ബുക്കിൽ 3 ലക്ഷത്തോളം അല്ലെങ്കിൽ യൂട്യൂബിൽ 3 ലക്ഷത്തോളം ആളുകൾ പിന്തുടരുന്നുണ്ട് ജ്യോതി മൽഹോത്രയെ. ഒപ്പം ഇൻസ്റ്റഗ്രാമിലും 1.5 ലക്ഷം ആളുകളുടെ പിന്തുടരുന്ന ഒരു വളരെ വിപുലമായ വ്ലോഗിംഗ് നടത്തുന്ന ആളായിരുന്നു. പക്ഷെ വളരെ പെട്ടെന്നായിരുന്നു കാര്യങ്ങൾ തകിടം മറിഞ്ഞത്. ഈ മുംബൈ പാകിസ്ഥാൻ ഹൈ കമ്മീഷണറേറ്റിലെ ഡൽഹി ഓഫീസിലെ ആളുമായി, ഡാനിഷുമായി ഇവർക്ക് ബന്ധമുണ്ടായിരുന്നു. ആ ഡാനിഷ് വഴി ഇന്ത്യയുടെ ആഭ്യന്തര രഹസ്യങ്ങൾ പലതും, തന്ത്രപ്രധാനമായ സ്ഥലങ്ങളെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ അവർ പാകിസ്ഥാന് കൈമാറി. 3 വട്ടം പാകിസ്ഥാനിൽ പോയിരുന്നു. നയതന്ത്ര ഉദ്യോഗസ്ഥർ നടത്തിയ വിരുന്നിലടക്കം പങ്കെടുത്തിരുന്നു എന്നും ഇവരെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഒപ്പം ടെലഗ്രാം, വാട്സാപ്പ്, സ്നാപ്ചാറ്റ് തുടങ്ങിയ വിവിധ ഇടങ്ങളിലുള്ള സമൂഹ മാധ്യമങ്ങളിലൂടെ നിരന്തരം പാകിസ്ഥാനിലെ ചാര സംഘടനയുടെ ഉദ്യോഗസ്ഥരുമായി ഇവർ ബന്ധപ്പെട്ടു എന്ന വിവരവും പുറത്തു വന്നിരുന്നു. ഇതിനൊടുവിലാണ് ഇപ്പോൾ നമ്മൾ തന്നെ പണം കൊടുത്ത് അല്ലെങ്കിൽ ജനങ്ങളുടെ നികുതി പണം കൊടുത്തൊരു ചാരവനിതയെ കേരളത്തിലേക്ക് കൊണ്ടുവന്നു എന്ന വിവരം പുറത്തു വരുന്നത്. അത് രേഖകളുടെ അടിസ്ഥാനത്തിൽ പുറത്തു വരുന്നത്. ശരി, MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. വിവരാവകാശ രേഖ പ്രകാരം നൽകിയ ചോദ്യത്തിന് ഉത്തരമായാണ് ജ്യോതി മൽഹോത്രയെ കേരളത്തിലേക്ക് കൊണ്ടുവന്നത് കേരള ടൂറിസം തന്നെയാണ്. ജ്യോതി മൽഹോത്ര കണ്ണൂർ, കോഴിക്കോട്, കൊച്ചി, ആലപ്പുഴ, മൂന്നാർ എന്നീ ഇടങ്ങളിലാണ് ടൂറിസം വകുപ്പിന്റെ തന്നെ അതിഥിയായി, ടൂറിസം വകുപ്പിന്റെ ചെലവിൽ ടൂറിസം വകുപ്പ് അങ്ങോട്ട് പണം കൊടുത്ത് അവരെ കൊണ്ടുവന്നത്. എന്നാൽ പിന്നീട് വരുന്ന വിവരങ്ങൾ, ഇന്ത്യയുടെ സുപ്രധാന വിവരങ്ങൾ പലതും പാകിസ്ഥാന് ചോർത്തിക്കൊടുത്ത
അങ്ങനെ ഒരു ആരോപണത്തിലാണ് ജ്യോതി മൽഹോത്ര ഇപ്പോഴും കുറ്റാരോപിതയായി ഇരിക്കുന്നത്. ഇവർ അറസ്റ്റിലാണ് ഉള്ളത്. ഈ സാഹചര്യത്തിലാണ് ഈ പ്രധാനപ്പെട്ട വിവരങ്ങൾ പുറത്തുവരുന്നത്. നിപ്പ ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന പാലക്കാട് സ്വദേശിയായ യുവതിയുടെ മകനും പനി. പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന യുവതിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. മകനെ മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. അതേസമയം നിപ്പ ബാധിച്ചു മരിച്ച മലപ്പുറം മങ്കട സ്വദേശിയുടെ സമ്പർക്ക പട്ടികയിലുള്ള നഴ്സിന്റെ ഫലം നെഗറ്റീവാണ്. 10 പേരാണ് നിലവിൽ നിരീക്ഷണത്തിലുള്ളത്. എറണാകുളം കോലഞ്ചേരിയിൽ മദ്യലഹരിയിൽ ജീപ്പുമായി അഭ്യാസം നടത്തിയ കരാർ ജീവനക്കാരനെതിരെ നടപടിയെടുത്ത KCB. ഓഫീസിന് മാനക്കേടുണ്ടാക്കിയതിനാണ് ഡ്രൈവറെ ജോലിയിൽ നിന്ന് പറഞ്ഞുവിട്ടത്. വാഹനങ്ങളെ കടത്തിവിടാതെ റോഡിൽ തലങ്ങും വിലങ്ങും ജീപ്പ് ഓടിച്ച ഇയാൾ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ച വാഹനങ്ങളിൽ ഇടിച്ച ശേഷം നിർത്താതെ പോവുകയായിരുന്നു. നവമി ദിനേശ് വിവരങ്ങളുമായി. നവമി, അപകടകരമായ രീതിയിൽ അഭ്യാസ പ്രകടനം നടത്തുക, ഈ വകുപ്പിന് തന്നെ നാണക്കേടുണ്ടാക്കുക, ഇതൊക്കെയാണ് ആരോപണങ്ങൾ. എന്തൊക്കെയായിരുന്നു ഇയാൾ കാട്ടിക്കൂട്ടിയത്? ശ്രീജ, വ്യാഴാഴ്ച രാത്രിയോടുകൂടിയായിരുന്നു ഈ സംഭവം ഉണ്ടായത്. പെരുവമൂടി സ്വദേശിയായ ഡ്രൈവർ ഈ KCB ഓഫീസിലെ വാഹനവുമായി വീട്ടിലേക്ക് പോയി. തിരികെ മദ്യപിച്ചു വരുന്നത് വഴിക്ക് റോഡിൽ അഭ്യാസ പ്രകടനങ്ങൾ നടത്തുകയും ഓവർടേക്ക് ചെയ്യുന്ന വാഹനങ്ങളെ ഇടിക്കുകയും അമിത വേഗതയിൽ പായുകയും ഒക്കെ ചെയ്തിരുന്നു. ഈ അപകടത്തിൽപ്പെടുന്ന വാഹനങ്ങളെ നിർത്താതെ പോലും ഇയാൾ അപകടകരമായിട്ടുള്ള രീതിയിൽ വാഹനം ഓടിച്ച് മുന്നോട്ട് പോയി. ഒരുപാട് വാഹനങ്ങൾ ഇയാളെ പിന്തുടർന്നുവെങ്കിൽ പോലും പിടികൂടാൻ കഴിഞ്ഞില്ല. പിന്നീട് ഇയാൾ ഈ ഓഫീസിലെത്തിയും മദ്യപിച്ചു. വീണ്ടും ഓഫീസിലിരുന്ന് തന്നെ നാട്ടുകാരും ഈ അപകടമുണ്ടായ വാഹനങ്ങളെല്ലാം പുത്തൻകുരിശ് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. പിന്നീട് നാട്ടുകാരെല്ലാം ഈ ഓഫീസിന്റെ മുന്നിലെത്തി വലിയ രീതിയിൽ പ്രതിഷേധമുണ്ടാക്കിയെങ്കിലും ഇയാൾ ഓഫീസിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി നാട്ടുകാരെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യമായിരുന്നു. അപ്പോഴെല്ലാം ഇയാൾ അമിത മദ്യപാനത്തിലായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. പിന്നീട് പോലീസ് 12 മണിയോടുകൂടി പുത്തൻകുരിശ് പോലീസ് ഇവിടേക്ക് എത്തി ഇയാളെയും ജീപ്പിനെയും കസ്റ്റഡിയിലെടുക്കുന്ന സാഹചര്യമായിരുന്നു. എന്തായാലും കരാർ ജീവനക്കാരനായിരുന്നു KCBയിലെ. ഇയാളെ അപ്പോൾ തന്നെ വകുപ്പിന് തന്നെ നാണക്കേടുണ്ടാക്കി എന്നതുകൊണ്ട് ഇയാളെ സസ്പെൻഡ് ചെയ്തു. പിന്നീട് ഇയാൾക്കെതിരെ കേസെടുക്കുന്ന സാഹചര്യമായിരുന്നു. എന്തായാലും ഇയാളുടെ ജോലിയും പോയി, ഒപ്പം ഈ കരാർ വാഹനവും റദ്ദാക്കിയിട്ടുണ്ട്. ശരി, നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. മദ്യലഹരിയിൽ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ആൾക്കെതിരെയാണ് ഇപ്പോൾ KCB നടപടിയെടുത്തത്. തലങ്ങും വിലങ്ങും ജീപ്പ് ഓടിച്ചു, ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ച വാഹനങ്ങളെ ഇടിച്ച് നിർത്താതെ പോയി. അങ്ങനെ മൊത്തം റോഡിൽ ഭീതി സൃഷ്ടിച്ച് ഇയാളെ ജോലിയിൽ നിന്ന് തന്നെ പറഞ്ഞു വിട്ടിരിക്കുന്നു. കാട്ടാക്കട നെയ്യാർ ഡാമിൽ KSRTC ബസ്സുകൾ കൂട്ടിയിടിച്ച് 10-ലധികം പേർക്ക് പരിക്കേറ്റു. ഡ്രൈവറുടെ കാലിന് സാരമായി പരിക്കേറ്റിട്ടുണ്ട്. ഫയർഫോഴ്സ് എത്തി ഡ്രൈവറുടെ ക്യാബിൻ വെട്ടിപ്പൊളിച്ചായിരുന്നു ഡ്രൈവറെ പുറത്തെടുത്തത്. അരുൺ മോഹൻ വിവരങ്ങളുമായി. അരുൺ, എങ്ങനെയാണ് ഈ അപകടമുണ്ടായത്? ഈ പരിക്കുകൾ ഗൗരവമുള്ളതാണോ? ഇന്ന് രാവിലെ ആയിരുന്നു സംഭവം. ഈ കാട്ടാക്കട നെയ്യാർ ഡാമിന് സമീപത്ത് വെച്ചായിരുന്നു സംഭവം. കാട്ടാക്കട ഡിപ്പോയിലെ ബസ്സുകളായിരുന്നു ഇതിൽ 2 ബസ്സും. ഒരു ബസ് തിരുവനന്തപുരത്ത് നിന്ന് നെയ്യാർ ഡാമിലേക്ക് വരികയും മറ്റൊരു ബസ് നെയ്യാർ ഡാമിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്നു. ഈ പറയുന്ന സംഭവം നടക്കുന്ന സ്ഥലം റോഡ് വളരെ ഇടുങ്ങിയതും ബണ്ട് പോലത്തെ റോഡായിരുന്നു. കഴിഞ്ഞ പ്രളയ സമയത്ത് ഇടിഞ്ഞു താഴ്ന്ന നാട്ടുകാർ നിരവധി തവണ റോഡിന്റെ അപകടാവസ്ഥ ചൂണ്ടിക്കാട്ടിയ ഒരു ഇടം കൂടിയായിരുന്നു ഈ ഇടം. പക്ഷേ ഇന്ന് ഈ സംഭവത്തിൽ ഇങ്ങനൊരു ദാരുണമായ ഒരു സംഭവം ഉണ്ടാകുകയായിരുന്നു. ബസ്സുകൾ കൂട്ടിയിടിച്ചു. ഉണ്ടായിരുന്ന യാത്രികരായ 10-ലധികം പേർക്ക് പരിക്കേറ്റു. അതേസമയം ബസ്സിലെ ഡ്രൈവറായ നാഗരാജിനെ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് ക്യാബിൻ പൊളിച്ചായിരുന്നു പുറത്തത്. ഇദ്ദേഹത്തിന്റെ കാലിന് ഗുരുതരമായ പരിക്കുണ്ട്. ഇദ്ദേഹത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മറ്റുള്ളവർ സമീപത്തെ ആശുപത്രികളിലൊക്കെ ചികിത്സ നേടി. ആരുടെയും നില മറ്റുള്ളവരുടെ നില കാര്യമല്ല എന്നുള്ളതാണ് പ്രാഥമിക വിവരം. എന്നായാലും ഫയർഫോഴ്സും നെയ്യാർ ഡാം പോലീസ് ഉൾപ്പെടെയുള്ളവരും ഇവിടെ സ്ഥലത്തുണ്ട്. ശ്രീജ, ശരി, ദൃശ്യങ്ങളിൽ കാണാം. ആ ക്യാബിൻ വെട്ടിപ്പൊളിച്ചാണ് ഡ്രൈവറെ രക്ഷപ്പെടുത്തിയത്. ഇതിനിടയിൽ ആണ് ഡ്രൈവറുടെ കാലിന് ഗുരുതരമായി പരിക്കേറ്റ കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്. മറ്റുള്ളവരുടെ പരിക്ക് അത്ര സാരമല്ല എങ്കിൽ പോലും വലിയൊരു അപകടം ആ തരത്തിൽ ഒഴിവായി എന്ന് പറയാം.
അറബിക്കടലിൽ തീ പിടിച്ച വാൻഹായ് കപ്പലിലെ തീ പൂർണ്ണമായും അണച്ചു. സുരക്ഷാ മുൻകരുതൽ തുടരുന്നതിനാൽ 2 അഗ്നിരക്ഷാ കപ്പലുകൾ വാൻഹായ്ക്കരികെ തുടരുകയാണ്. കഴിഞ്ഞ 26 ദിവസത്തെ കഠിന ശ്രമങ്ങൾക്കൊടുവിലാണ് വാൻഹായ് കപ്പലിലെ തീ പൂർണ്ണമായും അണച്ചത്. കപ്പലിൽ നിന്നും കറുത്ത പുക ഉയരുന്നത് ചെറിയ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് 2 അഗ്നിരക്ഷാ കപ്പലുകൾ വാൻഹായ്ക്കരികെ തുടരുന്നത്. 2500 ടൺ എണ്ണ കപ്പലിലുണ്ട്. ഇത് നീക്കം ചെയ്യാനുള്ള നടപടികൾ തുടങ്ങിയിട്ടില്ല. 1500-ലേറെ കണ്ടെയ്നറുകളിൽ 157 എണ്ണത്തിൽ ഹാനികരമായ വസ്തുക്കൾ ഉണ്ടെന്നാണ് വിവരം. ഇതിൽ ഭൂരിഭാഗത്തിലും അമോണിയം നൈട്രേറ്റ് ആകുമെന്നാണ് സംശയിക്കുന്നത്. കപ്പൽ ഇന്ത്യൻ സാമ്പത്തിക സമുദ്രാതിർത്തിക്ക് പുറത്താണെങ്കിലും ഇനിയും തീപിടിച്ച് പൊട്ടിത്തെറിയുണ്ടായാൽ ഇന്ത്യൻ സമുദ്രമേഖലയുടെ ആവാസ വ്യവസ്ഥയെ ഗുരുതരമായി ബാധിക്കുമെന്ന് ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് നൽകുന്ന മുന്നറിയിപ്പ്. തീ അണച്ച സാഹചര്യത്തിൽ കപ്പലിൽ വടം കെട്ടി ആഫ്രിക്കയിലെ ഏതെങ്കിലും തുറമുഖത്തേക്ക് നീക്കുന്നതിനെ കുറിച്ചാണ് ആലോചന. കപ്പൽ സ്ഥിതി ചെയ്യുന്ന ഇടങ്ങളിൽ നിന്നും അകലം പാലിച്ചാണ് അന്താരാഷ്ട്ര ചാലിൽ മറ്റ് കപ്പലുകൾ സഞ്ചരിക്കുന്നത്. നിരീക്ഷണത്തിലുണ്ടെങ്കിലും വാൻഹായ് കപ്പൽ നിയന്ത്രണം വിട്ട് കടലിൽ ഒഴുകുകയാണ്. ന്യൂസ് 18 കൊച്ചി. തിരുവനന്തപുരം ജവഹർ നഗറിൽ കോടികൾ വിലമതിക്കുന്ന ആഡംബര വസതി വിദേശത്തുള്ള ഉടമസ്ഥയെ അറിയാതെ വ്യാജരേഖകൾ ഉണ്ടാക്കി കൈമാറ്റം ചെയ്ത കേസിൽ അന്വേഷണം വ്യാപിപ്പിക്കുകയാണ് പോലീസ്. അറസ്റ്റിലായ 2 പേർക്ക് പുറമെ വ്യാജരേഖകൾ നിർമ്മിച്ച സംഘത്തെ കണ്ടെത്താനാണ് ഇപ്പോൾ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നത്. തട്ടിപ്പ് സംഘം കൈവശപ്പെടുത്തിയ ജവഹർ നഗറിലെ വസതിക്ക് മുന്നിൽ നിന്ന് ഡാൻ കുര്യൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. തിരുവനന്തപുരം ജവഹർ നഗറിൽ വ്യാജരേഖ ചമച്ച് 1.5 കോടി രൂപ വില വരുന്ന ഒരു ആഡംബര വസതി ഒരു സംഘം ചേർന്ന് തട്ടിയെടുത്തതുമായി ബന്ധപ്പെട്ട വാർത്ത ഏതാനും ദിവസങ്ങളായി ചർച്ചകളിൽ നിറയുകയാണ്. ജവഹർ നഗറിലുള്ള ഡോറ അസറിയ ക്രിപ്സിൻ എന്ന വിദേശ വനിതയുടെ പേരിലുള്ള വീടിൻ്റെ മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കഴിഞ്ഞ ഏതാനും നാളുകളായി ഈ വീടിങ്ങനെ അടഞ്ഞു കിടക്കുകയാണ്. ഡോറ അമേരിക്കയിൽ സ്ഥിര താമസക്കാരിയാണ്. അതുകൊണ്ട് തന്നെ ഡോറയുടെ ബന്ധുക്കളും സുഹൃത്തുക്കളുമാണ് ഈ വീടുമായി ബന്ധപ്പെട്ട വസ്തുവിൻ്റെ കരമടയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള മറ്റ് നടപടികളൊക്കെ കഴിഞ്ഞ ഏറെ നാളായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഈ വീടിൻ്റെ കരമടയ്ക്കാനെത്തിയ ഡോറയുടെ സുഹൃത്താണ് ഈ വീട് മറ്റൊരാൾക്ക് വിറ്റിരിക്കുന്നു എന്ന കാര്യം ശ്രദ്ധിക്കുന്നത്. അങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ട് മ്യൂസിയം പോലീസിന് പരാതി നൽകുകയും അതിൻ്റെ അന്വേഷണത്തിനൊടുവിൽ വസന്ത, മെറിൻ ജേക്കബ് എന്ന ഇങ്ങനെ 2 പേർ അറസ്റ്റിലാകുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഈ സംഭവത്തിന് പിന്നിൽ വലിയൊരു ഗൂഢാലോചനയും വലിയൊരു തട്ടിപ്പും നടന്നിരിക്കുന്നുവെന്നാണ് പോലീസിൻ്റെ കണ്ടെത്തൽ. അത് 2 പേർ മാത്രം ഉൾപ്പെട്ട ഒരു സംഘമല്ല. വ്യാജമായി പ്രമാണവും ആധാർ കാർഡും മറ്റ് രേഖകളും ഉണ്ടാക്കിയെടുത്ത് ഡോറ അസറിയ ക്രിപ്സൻ എന്ന അമേരിക്കയിൽ ഇപ്പോൾ സ്ഥിരതാമസക്കാരിയാക്കിയിരിക്കുന്ന ഈ വീടിൻ്റെ ഉടമസ്ഥയോട് രൂപസാദൃശ്യമുള്ള വട്ടപ്പാറ സ്വദേശിനിയായ മരുതൂർ സ്വദേശിനി വസന്തയെ ഉപയോഗിച്ചുകൊണ്ട് രജിസ്ട്രാർ ഓഫീസിൽ രേഖകളിൽ ഒപ്പുവെപ്പിച്ചാണ് ഇങ്ങനെയൊരു വലിയ തട്ടിപ്പ് നടന്നത്. ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന 2 പേർക്ക് പുറമെ ഈ രേഖകൾ വ്യാജമായി ഉണ്ടാക്കുകയും അതോടൊപ്പം തന്നെ ആധാർ കാർഡ് വ്യാജമായി ഉണ്ടാക്കുകയും ഒക്കെ ചെയ്ത വലിയൊരു സംഘം ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന കൃത്യമായ കണ്ടെത്തൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. മ്യൂസിയം CAയുടെ നേതൃത്വത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടരുന്നത്. കന്റോൺമെൻറ്റ് അസിസ്റ്റന്റ് കമ്മീഷണറാണ് അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്നത്. ഇത് എങ്ങനെയാണ് ഇങ്ങനെയൊരു വലിയ തട്ടിപ്പ് ഇവർ ഒരു പിഴവും കൂടാതെ ആസൂത്രണം ചെയ്തത് എന്നതാണ് പോലീസിനെ തന്നെ ഞെട്ടിക്കുന്നത്. ഫിംഗർ പ്രിൻ്റ് ബ്യൂറോയുടെ സഹായത്തോടെയാണ് രജിസ്ട്രാർ ഓഫീസിൽ ഇവർ ഒപ്പുവെച്ചിരുന്ന രേഖകളടക്കം വിരലടയാളങ്ങളടക്കം വിശദമായി പരിശോധിച്ചാണ് പ്രതികളിലേക്ക് കൃത്യമായി പോലീസിന് എത്തിച്ചേരാൻ കഴിഞ്ഞത്. പക്ഷേ ഈ തട്ടിപ്പിന് പിന്നിലുള്ള മറ്റുള്ളവർ ആരൊക്കെയാണ് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള അന്വേഷണമാണ് പുരോഗമിക്കുന്നത്. അതോടൊപ്പം ഈ ഒരു വീടിന് പുറമെ സമാനമായ തരത്തിൽ ഒഴിഞ്ഞു കിടക്കുന്ന നിരവധി വീടുകൾ, ആഡംബര വസതികൾ തലസ്ഥാനത്തുണ്ട്. അങ്ങനെയുള്ള മറ്റേതെങ്കിലും സ്ഥലങ്ങൾ ഇതേ സംഘം ഇതേ രീതിയിൽ വ്യാജമായി പ്രമാണവും മറ്റ് രേഖകളും ഉണ്ടാക്കിയെടുത്ത് തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ, കൈവശപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടോ എന്നതാണ് പ്രധാനമായി പോലീസ് പരിശോധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് കഴിഞ്ഞ ജനുവരി മാസത്തിലാണ് ഈ വീട് ഇഷ്ടദാനം നൽകിയതാണ്. ഈ മെറിൻ ജേക്കബ് എന്ന ഇപ്പോൾ പിടിയിലായിരിക്കുന്ന യുവതിക്ക് ഇഷ്ടദാനം നൽകി ഡോറ അസറിയ ക്രിപ്സിൻ ഇഷ്ടദാനം നൽകിയതാണ് എന്ന് കാണിച്ചുകൊണ്ടാണ് ഇതിൻ്റെ മറ്റ് ഇടപാടുകളൊക്കെ പൂർത്തിയാക്കിയത്. അതിനുശേഷം ഈ വീട് 1.5 കോടി രൂപയ്ക്ക് മെറിൻ ജേക്കബ് മറ്റൊരാൾക്ക് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ മറച്ച് വിൽക്കുകയായിരുന്നു. ചന്ദ്രസേനൻ എന്നൊരാൾക്കാണ് ഈ വീട് വിറ്റിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.
അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയതിനു ശേഷം സാധാരണയായി വീടിൻ്റെ കരമടയ്ക്കുന്നതിന് വേണ്ടിയാണ് ഡോറയുടെ സുഹൃത്ത് വില്ലേജ് ഓഫീസിലെത്തുന്നത്. അങ്ങനെ ഇതിൻ്റെ കരമടയ്ക്കുന്ന നടപടികൾക്കിടയിലാണ് ആ വസ്തു മറ്റൊരാൾക്ക് വിറ്റിരിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതും തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളിലേക്ക് അവർ കടക്കുകയും ചെയ്തു. ഇതിനടുത്തൊക്കെ വീടുകളുള്ളതാണ്, തൊട്ട് വീടുകളുണ്ട്, ഫ്ലാറ്റ് സമുച്ചയങ്ങളുണ്ട്. പക്ഷേ അങ്ങനെ ഒരു സ്ഥലത്ത്, അതായത് പോലീസിൻ്റെ ഒരു സാന്നിധ്യം എപ്പോഴും ഉള്ള ഒരു സർവൈലൻസിലുള്ള ഒരു സ്ഥലമാണ്, ക്രൈംബ്രാഞ്ച് ഓഫീസാണ് ഇതിന് തൊട്ടടുത്ത്. അങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ വിദഗ്ധമായ ഒരു തട്ടിപ്പ് എങ്ങനെ നടത്താൻ കഴിഞ്ഞു എന്നതാണ് പോലീസിനെ കുഴയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് രോഗിയായ ഈ വസന്തയ്ക്കും അതോടൊപ്പം മെറിൻ ജേക്കബിനും പുറമെ മറ്റ് ചിലർക്ക് കൂടി ഇതിൽ പങ്കുണ്ട് എന്ന കൃത്യമായ നിഗമനത്തിലേക്ക് ആദ്യഘട്ടത്തിൽ തന്നെ പോലീസ് എത്തിയത്. ആ അന്വേഷണമാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ അന്വേഷണം പുരോഗമിക്കുന്ന ഘട്ടത്തിൽ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നാൽ പ്രതികൾ രക്ഷപ്പെടാൻ അത് വഴിവെക്കുമെന്നൊരു സാഹചര്യം ഉള്ളതിനാൽ അത്തരം വിശദാംശങ്ങൾ ഇപ്പോൾ പറയാനാവില്ല എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ കൃത്യമായി ഈ വ്യാജരേഖ ചമച്ചവർ ആരാണ് എന്നതിൻ്റെ സൂചനകൾ മ്യൂസിയം പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്ന അനൗദ്യോഗികമായ വിവരങ്ങളാണ് നമുക്ക് അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നത്. എന്തായാലും ഡോറ അസറിയ ക്രിപ്സിൻ എന്ന വിദേശ വനിതയെ കൃത്യമായി കബളിപ്പിക്കാനുള്ള ഒരു നീക്കം നടത്തിയതിന് പിന്നിൽ എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അന്വേഷണമാണ് മ്യൂസിയം പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് പുരോഗമിക്കുന്നത്. ക്യാമറമാൻ സി വിനോദിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. ആരോഗ്യനിലയിൽ മാറ്റമില്ല എന്നായിരുന്നു ഇന്നലത്തെ മെഡിക്കൽ ബുള്ളറ്റിൻ. എന്നാൽ വി എസിന്റെ ശരീരം മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട്. രാവിലെ മെഡിക്കൽ ബോർഡ് ചേർന്ന് ആരോഗ്യസ്ഥിതി വിലയിരുത്തും. ഇതിനുശേഷം മെഡിക്കൽ ബുള്ളറ്റിൻ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പാലക്കാട് മണ്ണാർക്കാട് എൻ ഷംസുദ്ദീൻ MLAയുടെ ഫ്ലക്സ് ബോർഡിന് നഗരസഭയുടെ നോട്ടീസ്. MLA ഫണ്ട് ഉപയോഗിച്ച് സ്ഥാപിച്ച ഹൈമാസ്റ്റ് ലൈറ്റ് ഉദ്ഘാടനത്തിന്റെ ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചതിനാണ് നഗരസഭ നോട്ടീസ് നൽകിയത്. 2 ബോർഡുകൾക്ക് 10,000 രൂപ പിഴ ചുമത്തി. പരിപാടിയുടെ സംഘാടകനായ ആനമുളിയിലെ TK ഫൈസലിനാണ് നഗരസഭാ സെക്രട്ടറി നോട്ടീസ് നൽകിയത്. 7 ദിവസത്തിനകം പിഴ അടയ്ക്കണമെന്നാണ് നോട്ടീസ്. ഇടവേള. അമേരിക്കയിലെ ടെക്സസിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ മിന്നൽ പ്രളയത്തിൽ മരണം 50ആയി. കാണാതായ 20 പേർക്കായുള്ള തെരച്ചിൽ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. പ്രദേശത്ത് മണിക്കൂറുകൾക്കുള്ളിൽ 1 മാസത്തെ സമയത്ത് ലഭിക്കേണ്ട മഴ കിട്ടിയെന്നാണ് US കാലാവസ്ഥാ വകുപ്പിന്റെ വിലയിരുത്തൽ. ആയിഷത്തുൽ ഷംന വിവരങ്ങളുമായി. ഷംന, അപ്രതീക്ഷിതമായി ഉണ്ടായ മഴ ടെക്സസിനെ ആകെ നടുക്കിയിരിക്കുകയാണ്. ഇപ്പോൾ എങ്ങനെയാണ് രക്ഷാപ്രവർത്തനം? ഈ കാണാതായ പെൺകുട്ടികൾ, സമ്മർ ക്യാമ്പിൽ നിന്ന് കാണാതായ പെൺകുട്ടികൾ ഒരു ആശങ്കയായി തന്നെ തുടരുകയാണോ? തീർച്ചയായും ശ്രീജ, 27ഓളം പെൺകുട്ടികളാണ് സമ്മർ ക്യാമ്പിൽ ഉണ്ടായിരുന്നത്. ഇതിൽ 7 പേരെ കണ്ടെത്താനായി എന്നാണ് വിവരം. മറ്റുള്ളവർക്കായി, അതായത് 20 പേർക്കായുള്ള തെരച്ചിൽ ഇപ്പോൾ ഊർജിതമായി നടക്കുന്നുണ്ട്. പക്ഷേ സമീപത്തെ ഇതുപോലെ വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഗതാഗത തടസ്സമൊക്കെ നേരിടുന്നുണ്ട്. വൈദ്യുതി ലൈനുകളൊക്കെ പൊട്ടി വീണിട്ടുണ്ട്. ഇതൊക്കെ ഈ രക്ഷാപ്രവർത്തനത്തിന് ഒരു വെല്ലുവിളിയായി തുടരുകയാണ്. പക്ഷേ കഴിയുന്നതും വളരെ ഊർജിതമായി തന്നെ രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ മരണസംഖ്യ ഉയരുന്നു എന്നതാണ് ഒരു ആശങ്ക സാഹചര്യം. ഇന്നിപ്പോൾ രാവിലെ ഏകദേശം 4 പേരെയാണ് ഇപ്പോൾ 4 മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത്. ഒപ്പം തന്നെ ഈ തെരച്ചിൽ നടക്കുന്ന ഘട്ടത്തിലൊക്കെ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നു എന്നൊരു റിപ്പോർട്ടുകൾ ഉണ്ട്. ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല എങ്കിൽ പോലും കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്നു, മരണസംഖ്യ ഉയരുന്നു എന്നതായി റിപ്പോർട്ടുകളുണ്ട്. എന്തായാലും തെരച്ചിൽ പ്രവർത്തനങ്ങൾ ഊർജിതമായി നടക്കുന്നു. ഒപ്പം തന്നെ ഈ മിന്നൽ പ്രളയത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. അതായത് 2 മണിക്കൂറിൽ ഏകദേശം 6 കിലോമീറ്റർ ഉയരത്തിലധികം, അത്രയും ഉയരത്തിലാണ് നദികളിലൊക്കെ ജലനിരപ്പ് ഉയർന്നത്. ഒപ്പം തന്നെ ഒരു മാസത്തിൽ എത്ര മഴയാണോ ലഭിക്കേണ്ടത് അത്രയും മഴ വെറും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഈ മേഖലയിൽ ലഭിച്ചു എന്നാണ് വിവരം. ഇതാണ് ഇത്തരത്തിലുള്ള ഒരു മിന്നൽ പ്രളയത്തിലേക്ക് നയിച്ചത് എന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പിന്റെ കണ്ടെത്തലും. ഇതോടുകൂടി ഏറെ ആശങ്കയിലാണ്. ഒപ്പം തന്നെ വരും ദിവസങ്ങളിലും ശക്തമായ മഴ ഉണ്ടാകും മേഖലയിൽ എന്ന ഒരു പ്രവചനം കൂടി ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇതോടുകൂടി ഏറെ ആശങ്കയിലാണ് ടെക്സാസ് എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ മിന്നൽ പ്രളയം അത് കൃത്യമായി പ്രവചിക്കാൻ കാലാവസ്ഥാ വകുപ്പിന് കഴിഞ്ഞിട്ടില്ല. ഒപ്പം തന്നെ ശക്തമായ മഴ ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലും ഇത്രയധികം ലഭിച്ച മഴയുടെ അളവ് ഇത്രയധികം കൂടുതലാകുമെന്ന് പ്രവചിക്കാനോ അല്ലെങ്കിൽ കൃത്യമായി ജനങ്ങൾക്ക് ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകാനോ കാലാവസ്ഥാ വകുപ്പിനോ സർക്കാരിനോ കഴിഞ്ഞിട്ടില്ല. ഇത് വലിയൊരു വീഴ്ചയാണ് എന്ന തരത്തിലുള്ള ആരോപണങ്ങളും ഉയരുന്നുണ്ട്. എന്തായാലും രക്ഷാപ്രവർത്തനം ഊർജിതമായി തന്നെ
തുടരുകയാണ്. പ്രത്യേകിച്ച് സമ്മർ ക്യാമ്പിൽ കാണാതായ പെൺകുട്ടികൾ അവർ ആശങ്കയായി തന്നെ തുടരുന്നു എന്നതാണ് സാഹചര്യം. ഒപ്പം തന്നെ സമീപത്തെയുള്ള ഒരു ചർച്ചിൽ ഇന്ന് വൈകിട്ടോടുകൂടി എല്ലാവരോടും ഒത്തുചേരാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിൽ ബന്ധുക്കളെ സുഹൃത്തുക്കളെ കാണാതായിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ച് കൂടുതൽ നമുക്ക് വിവരങ്ങൾ ലഭ്യമാകും എന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും തെരച്ചിൽ തുടരുന്നു എന്നതാണ് സാഹചര്യം. ശ്രീജ, ഷംനയാണ് വിവരങ്ങൾ നൽകിയത്. ഷംന, ഇതോടൊപ്പം അമേരിക്കയിൽ നിന്ന് ഇന്ന് വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ഡൊണാൾഡ് ട്രംപുമായുള്ള പരസ്യമായ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ശേഷം ഇലോൺ മസ്ക് പുതിയ പാർട്ടി രൂപീകരിച്ചതാണ്. ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ എന്നൊക്കെ ട്രംപ് പറഞ്ഞെങ്കിലും അത് തിരിച്ചടിയാവുമെന്ന സാഹചര്യത്തിൽ ഒരു പുതിയ പാർട്ടിയുമായി മസ്ക് വരുമ്പോൾ എങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, പ്രതികരണങ്ങൾ? തീർച്ചയായും ശ്രീജ, ഇരുവരും തമ്മിലുള്ള തർക്കങ്ങൾ, അസ്വാരസ്യങ്ങളൊക്കെ കഴിഞ്ഞ കുറെ കാലങ്ങളായി തന്നെ നിലനിൽക്കുന്നുണ്ട്. അത് പരസ്യമായി തന്നെ മസ്കും ട്രംപും വെളിപ്പെടുത്തിയതുമാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പുതിയ പാർട്ടിയുമായി ഇലോൺ മസ്ക് രംഗത്തെത്തുന്നത്. ഇതെന്തായാലും ട്രംപിന് വലിയ തിരിച്ചടിയാകുമെന്ന് തന്നെയാണ് വിലയിരുത്തൽ. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലടക്കം ട്രംപിന് വേണ്ടി വലിയ തോതിൽ പണം മുടക്കിയതും ട്രംപിന്റെ ഒരു എല്ലാമായി നിന്നതുപോലും ഈ മസ്കാണ്. അതുകൊണ്ട് തന്നെ മസ്കിന് ട്രംപിനെതിരെ വരുമ്പോൾ അത് കൂടുതൽ വെല്ലുവിളിയാകുമെന്നാണ് വിലയിരുത്തലുകൾ. ഒപ്പം തന്നെ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ, അതിനെതിരെ തന്നെ ഇലോൺ മസ്ക് നേരത്തെ തന്നെ രംഗത്തെത്തിയിരിക്കുന്നു. ഒരേ സമയം ബിഗ് ആവാനും അതുപോലെ ബ്യൂട്ടിഫുൾ ആവാനും കഴിയില്ല. അതുകൊണ്ട് ഈ ഒരു പുതിയ നിയമം അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നൊക്കെ മസ്കിന്റെ ഭാഗത്ത് നിന്നുള്ള വെളിപ്പെടുത്തലുകൾ ഉണ്ടായിരുന്നു. അത് പരസ്യമായി തന്നെ മസ്ക് തന്റെ എക്സിലൂടെ കുറിക്കുകയും ചെയ്തതാണ്. അതിനുശേഷമാണ് ഇരുവരും തമ്മിലുള്ള തർക്കം രൂക്ഷമായതും. ഒപ്പം തന്നെ ആ സമയത്ത് മസ്കിന്റെ കാലാവധി, ട്രംപ് സർക്കാരിൽ നിന്നുള്ള കാലാവധി കഴിയുന്നു, അങ്ങനെ രാജിവെക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായി. എന്തായാലും അതിന് പിന്നാലെ ഇപ്പോൾ ഈ ബിഗ് ആൻഡ് ബ്യൂട്ടിഫുൾ ബിൽ നിലവിൽ വന്നതോടുകൂടി തന്നെയാണ് ഇത്തരം ഒരു പ്രഖ്യാപനവുമായി മസ്ക് രംഗത്തെത്തിയത്. ഒപ്പം തന്നെ ഈ രണ്ട് സർക്കാരുകളും തങ്ങളെ ഡെമോക്രാറ്റിക് സർക്കാരും ഒപ്പം തന്നെ അവർ ജനങ്ങളെ വഞ്ചിക്കുകയാണ്, അതുപോലെ അഴിമതി കാണിച്ച് രാജ്യത്തെ മലിനമാക്കുകയാണ്. ഇതിൽ നിന്നുള്ളൊക്കെ ഒരു മോചനമായിരിക്കും. ഒപ്പം സ്വാതന്ത്ര്യം നൽകാനാണ് ഇത്തരം ഒരു പാർട്ടി രൂപീകരിച്ചതെന്നാണ് മസ്കിന്റെ പ്രഖ്യാപനമുള്ളത്. ഒപ്പം പുതിയ പാർട്ടി വേണോ എന്ന മസ്കിന്റെ ചോദ്യത്തിന് 65% പേർ വേണമെന്നാണ് ഉത്തരം നൽകിയതെന്നും അതുകൊണ്ടാണ് നിങ്ങളുടെ ആവശ്യം അംഗീകരിച്ചതെന്നും കൂടി മസ്ക് എക്സിൽ കുറിച്ചിട്ടുണ്ട്. എന്തായാലും ഇത് ട്രംപിന് ഒരു വലിയ വെല്ലുവിളിയാകുമെന്ന വിലയിരുത്തലിലാണ് ഇപ്പോൾ നിരീക്ഷകർ ഉള്ളത്. ശ്രീജ, ശരി. ഐഷത്തുൽ ഷംനയാണ് വിവരങ്ങൾ നൽകിയത്. ന്യൂസ് ഡെസ്കിൽ നിന്ന്. മഹാരാഷ്ട്രയിൽ ശിവസേനയുടെ നഷ്ടപ്രതാപം വീണ്ടെടുക്കാൻ വഴിപിരിഞ്ഞവർ ഒന്നിക്കുന്ന അപൂർവ കാഴ്ചയാണിപ്പോൾ കാണുന്നത്. 2 പതിറ്റാണ്ടിന് ശേഷം രാജ് താക്കറെയും ഉദ്ധവ് താക്കറെയും ഒന്നിച്ച് ഒരു വേദിയിലെത്തി. പിണങ്ങി നിന്ന കുടുംബാംഗങ്ങളുടെ സംഗമം യാദൃച്ഛിക സംഗമം എന്നതിനപ്പുറത്തേക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ പടയൊരുക്കമായാണ് ആവാസ് മറാഠ വിക്ടറി റാലിയെ നിരീക്ഷകർ കാണുന്നത്. 2 പതിറ്റാണ്ടിനു ശേഷം മറാഠ രാഷ്ട്രീയത്തിൽ മറ്റൊരു ട്വിസ്റ്റ്. മഹാരാഷ്ട്ര സർക്കാർ പ്രൈമറി സ്കൂളുകളിൽ നിന്ന് ഹിന്ദി ഭാഷാ നയം പിൻവലിച്ചതിനെ തുടർന്ന് നടത്തിയ മെഗാ വിജയ സമ്മേളനത്തിലാണ് ശിവസേന അധ്യക്ഷൻ ഉദ്ധവ് താക്കറെയും നവനിർമ്മാൺ സേനാ നേതാവ് രാജ് താക്കറെയും വേദി പങ്കിട്ടത്. പഴയ വൈര്യം മറന്ന് രാജ്, ഉദ്ധവ് താക്കറെമാരും കുടുംബാംഗങ്ങളും സഖ്യ പാർട്ടി നേതാക്കളും ഒരേ വേദിയിലെത്തിയപ്പോൾ അണികളും വൈര്യം മറന്നു, ഇളകി മറിഞ്ഞു. തങ്ങളുടെ പ്രസംഗത്തെക്കാളേറെ പ്രധാനപ്പെട്ടതാണ് ഇത്തരമൊരു വേദിയെന്ന് ഉദ്ധവ് താക്കറെ പറഞ്ഞു. 2005 മാൽവാൻ അസംബ്ലി മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിലാണ് ഇരുവരും അവസാനമായി ഒന്നിച്ചെത്തിയത്. ഇതേ വർഷം തന്നെയാണ് രാജ് താക്കറെ ശിവസേന വിട്ടതും. പിന്നാലെ 2006 മഹാരാഷ്ട്ര നവനിർമ്മാൺ സേന രൂപീകരിക്കുകയും ചെയ്തു. എന്നാൽ മഹാരാഷ്ട്രയിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയുള്ള ഈ കൂടിച്ചേരൽ വളരെ നിർണായകമാണ്. മറാഠിയുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചക്കും തയ്യാറല്ലെന്ന് ഇരുവരും വ്യക്തമാക്കുമ്പോഴും തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചു തന്നെയാണ് ശക്തി വർദ്ധിപ്പിച്ചുള്ള ഈ ഒത്തുചേരൽ. മറാഠി ജനതയുടെ ശക്തമായ ഐക്യം കാരണമാണ് ത്രിഭാഷാ നയത്തിൽ നിന്നും മഹാരാഷ്ട്ര സർക്കാർ പിന്മാറിയതെന്ന് രാജ് താക്കറെ പറഞ്ഞു. BJP മുന്നണിക്ക് വിധാൻ ഭവനിലും തങ്ങൾക്ക് തെരുവുകളിലും അധികാരമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതോടെ ഇരുവരുടെയും ഒത്തുചേരൽ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വലിയ തിരിച്ചടിയായേക്കുമെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ബ്രിക്സ് ഉച്ചകോടിക്ക് ഇന്ന് ബ്രസീലിൽ തുടക്കമാവും. ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രസീലിലെത്തി. അർജന്റീനിയൻ സന്ദർശനം പൂർത്തിയാക്കിയ ശേഷമാണ് പ്രധാനമന്ത്രി ബ്രസീലിലെത്തിയത്. വൈകിട്ടാണ് അംഗരാജ്യങ്ങളുടെ ആദ്യ സെഷൻ. നിലവിലെ സംഘർഷം ഉച്ചകോടി ചർച്ച ചെയ്യും. ഭീകരവാദത്തെ ശക്തമായി എതിർക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെടും.
പ്രതിരോധം, ആണവോർജ്ജം, കൃഷി, ശാസ്ത്ര സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിൽ സഹകരണത്തിന് അർജന്റീനിയൻ പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ധാരണയായിരുന്നു. പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിക്കുകയും ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിൽ ഇന്ത്യക്ക് പിന്തുണ നൽകുകയും ചെയ്തതിന് മോദി അർജന്റീനയ്ക്ക് നന്ദി അറിയിച്ചു. അർജന്റീനിയൻ പ്രസിഡന്റ് ജാവിയ മിലേയുമായി കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി. ബ്യൂണസ് അയറസ് ആവേശകരമായ സ്വീകരണമാണ് നരേന്ദ്രമോദിക്ക് നൽകിയത്. ഉഭയകക്ഷി സഹകരണം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധി സംഘവും ചർച്ച നടത്തി. ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയിലെ 2 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കിയ ശേഷമാണ് മോദി അർജന്റീനയിലെത്തിയത്. വാണിജ്യ വ്യാപാര മേഖലകളിൽ സഹകരണത്തിനാണ് ഇന്ത്യയും അർജന്റീനയും ഒരുങ്ങുന്നത്. ഉഭയകക്ഷി സഹകരണം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഇരു സംഘങ്ങളും നടത്തിയ ചർച്ചയിലാണ് ധാരണയായത്. അർജന്റീനിയൻ പ്രസിഡന്റ് ജാവിയ മിലേയും പ്രധാനമന്ത്രി മോദിയും ചർച്ചകളിൽ പങ്കെടുത്തു. ബ്യൂണസ് ഐറസിൽ ആവേശകരമായ സ്വീകരണമാണ് നരേന്ദ്രമോദിക്ക് കിട്ടിയത്. ഇന്ത്യ സന്ദർശിക്കാൻ അർജന്റീനിയൻ പ്രസിഡന്റ് ജാവിയ മിലേയെ മോദി ക്ഷണിച്ചു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി താരം യന്ത്ര തകരാറിനെ തുടർന്ന് തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിൽ ഇറക്കിയ ബ്രിട്ടീഷ് യുദ്ധവിമാനമായ F-35 ആണ്. സേഫ് ലാൻഡിംഗ് നടത്തിയ ബ്രിട്ടീഷ് യുദ്ധവിമാനം F-35ന്റെ അറ്റകുറ്റപ്പണികൾക്കായി വിദഗ്ധ സംഘം ഇംഗ്ലണ്ടിൽ നിന്ന് ഉടനെത്തും. സാങ്കേതിക തകരാർ പരിഹരിക്കുന്നതിനായി പ്രാഥമിക പരിശോധനകൾ പൂർത്തിയാക്കിയിരുന്നെങ്കിലും പ്രശ്നപരിഹാരത്തിന് അത്യാധുനിക സാങ്കേതിക സംവിധാനങ്ങൾ വേണ്ടിവരുന്ന പശ്ചാത്തലത്തിലാണ് വിദഗ്ധ സംഘം ഇംഗ്ലണ്ടിൽ നിന്ന് എത്തുന്നത്. യുദ്ധവിമാനത്തിന് അതീവ സുരക്ഷയാണ് വിമാനത്താവളത്തിൽ ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ തകരാർ പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എയർലിഫ്റ്റ് ചെയ്യാനാണ് തീരുമാനം. എത്രയും പെട്ടെന്ന് ആ തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അത് കഴിഞ്ഞാൽ നമ്മുടെ ട്രോളന്മാരും PR ടീമുകളും ഒക്കെ എന്ത് ചെയ്യുമെന്നാണ് കഴിഞ്ഞ കുറേ നാളുകളായി ഇപ്പോൾ നമ്മൾ കാണുന്നത്. എല്ലായിടത്തും താരം കേരള ടൂറിസം പരസ്യത്തിൽ ഉൾപ്പെടെ ഈ F-35 ആയിരുന്നു. വളരെ സുരക്ഷിതമായി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ തമ്പടിച്ചിരിക്കുന്ന F-35 എപ്പോഴാണ് ഇനി മടങ്ങുക എന്നതാണ് അറിയേണ്ടത്.